ഹരി ഓം. സുഖം എന്നുള്ളത് ആത്മാവിൻ്റെ സ്വരൂപമാണ്. ആ സ്വരൂപത്തിൻ്റെ ശകലങ്ങളാണ് ഇന്ദ്രിയ വിഷയങ്ങളിലും കാണുന്നത്, ലോകവിഷയങ്ങളിൽ. ഒരിക്കലും സുഖം ആത്മാവിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ സുഖമുണ്ടല്ലോ എന്ന് വെച്ചാൽ സുഖമുണ്ട്, നാച്ചുറലി. അത് സത്യമാണ്, കള്ളമല്ല. പായസം കുടിക്കുമ്പോൾ സുഖമുണ്ട്, വിശന്നിട്ട് ഊണ് കഴിക്കുമ്പോൾ സുഖമുണ്ട്. പക്ഷെ ആ സുഖം എവിടെ നിന്ന് വന്നു? സുഖം ചോറിലാണോ ഉള്ളത്? ചോറിനെ എങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന സുഖം ഉണ്ടാവുമോ? ആ ചോറ് മൈക്കിൽ തേച്ചാൽ മൈക്ക് ആസ്വദിക്കുമോ? ഇപ്പൊ സുഖം നാവിൽ വെച്ചപ്പോൾ സുഖം വന്നു. എന്നാൽ നാവിലാണോ സുഖം? നാവിനെ മുറിച്ചിട്ട് ചോറിൽ മുക്കിയാൽ അല്ലെങ്കിൽ പായസത്തിൽ മുക്കിയാൽ ആസ്വദിക്കുമോ? അപ്പോൾ നാവിലും അല്ല. പിന്നെ എവിടെ? നാവിൻ്റെ തുമ്പിൽ കിട്ടുന്ന സുഖം നാവിലല്ല ഇരിക്കണത്, എന്നിലിരിക്കണം. ഹൃദയത്തിൽ നിന്നാണ് ആ സുഖം ആസ്വദിക്കപ്പെടുന്നത്. അപ്പൊ സുഖത്തിൻ്റെ ഉറവിടം ഞാനാണ്. എല്ലാ സുഖവും ഇതുപോലെ തന്നെ. ഒന്നും ഇന്ദ്രിയ സ്ഥാനത്തിലോ പുറത്തുള്ള വിഷയത്തോ അല്ല, ഹൃദയത്തിൽ. ഇതിനൊരു ഉദാഹരണം പറയും. ഒരു നായ, അതിന് തെണ്ടി നടന്നിട്ട് ഒരു എല്ലിൻ്റെ കഷ്ണം കിട്ടി. അപ്പം ആ എല്ലിൻ്റെ കഷ്ണം നല്ലവണ്ണം അമർത്തി കടിച്ചപ്പോൾ നാവ് പൊട്ടി ചോര വരണു. അപ്പം ഈ നായ വിചാരിച്ചു എല്ലിൽ നിന്നാണ് രക്തം വരണതെന്ന് വിചാരിച്ച് വീണ്ടും എല്ലിനെ കടിക്കുകയാണ്. രക്തം വരണത് എവിടുന്ന്? ആ നായയുടെ നാവിൽ നിന്ന് തന്നെയാണ് രക്തം വരണത്. ഇതുപോലെ പുറം വിഷയങ്ങളിൽ നിന്നൊക്കെ സുഖം കിട്ടണു. പക്ഷെ സുഖം വിഷയസുഖമല്ല, ആത്മസുഖം. വിഷയസുഖം എന്നൊന്നില്ല, ആത്മസുഖമേ ഉള്ളൂ. ഇത് അറിഞ്ഞാൽ പതുക്കെ വിഷയസുഖങ്ങളൊക്കെ പരിഭാഗപ്പെട്ടു വരും. അമിതമായ ആവേശം കുറഞ്ഞു വരും. സുഖം ഉള്ളുന്നാണ് വരുന്നത് എന്ന് അറിയുമ്പോൾ. അതിന് ഏറ്റവും നല്ല തെളിവെന്താണ് എന്ന് വെച്ചാൽ, ദിവസവും നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ, ലോകത്തിൽ ഇതുവരെ ചരിത്രത്തിൽ ഒരാളും ഉറക്കം ദുഃഖമാണെന്ന് പറഞ്ഞിട്ടില്ല. ലോകത്തിലെ എല്ലാ സുഖഭോഗങ്ങളും ഒരാൾക്ക് കൊടുക്കൂ, എന്നിട്ട് അയാളോട് പറയൂ ഉറങ്ങാതിരിക്കണം എന്ന് പറയൂ. എത്ര ദിവസം പറ്റും? ഒരു ദിവസം 2 ദിവസം പിടിച്ചു നിന്നാൽ മൂന്നാമത്തെ ദിവസം എത്ര വലിയ രാജപദവി ആവട്ടെ വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി എന്ന് പറയും. എന്തുകൊണ്ട്? ഉറക്കത്തിൽ അലൗകികമായ ഒരു സുഖം അനുഭവിക്കുന്നുണ്ട്. ബോധപൂർവമല്ല, ആ ബോധമില്ലാതെ അനുഭവിക്കുന്നു, അറിവില്ലാതെ അനുഭവിക്കുന്നു. മനസ്സ് മൂലത്തിൽ ചെന്ന് ലയിക്കുന്നു. ഉറങ്ങുമ്പോൾ കണ്ണുകൊണ്ട് എന്തെങ്കിലും കണ്ടില്ല, ചെവി കൊണ്ടൊന്നും കേട്ടില്ല, മൂക്കുകൊണ്ട് മണത്തില്ല, നാക്കുകൊണ്ട് രുചിച്ചില്ല, ത്വക്കുകൊണ്ട് സ്പർശിച്ചിട്ടില്ല, ഇന്ദ്രിയങ്ങളുടെ ഒന്നും സഹായം കൂടാതെ ഒരു സുഖം അനുഭവപ്പെട്ടു. ആ സുഖം എവിടെ നിന്ന് വന്നു? ഹൃദയത്തിൽ നിന്ന് വന്നു, നമ്മിൽ നിന്ന് തന്നെ വന്നു. അവിടെ സുഖം അനുഭവിക്കുന്ന ഒരാളും ഉണ്ടായിരുന്ന് അനുഭവിച്ചില്ല, അല്ലേ? ഒരാൾ നിന്നിട്ട് അനുഭവിച്ചതല്ല. ഞാൻ സുഖിക്കണു, ഞാൻ ഉറങ്ങണു എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആ സുഖം ഇതുവരെ ആർക്കും ബോറടിച്ചു പോയില്ല. 4 ദിവസം പായസം കുടിച്ചാൽ ബോറടിക്കും, മൈസൂർപ്പാ തിന്നാൽ ബോറടിക്കും, ലഡ്ഡു തിന്നാൽ ബോറടിക്കും, സിനിമ കണ്ടാലും ഒരു 10 പ്രാവശ്യം കണ്ടാൽ ബോറടിക്കും. പക്ഷെ ഈ ഉറക്കത്തിലെ സുഖം മാത്രം ഇതുവരെ ആർക്കും ബോറടിച്ചില്ല. എത്ര കാലമായി ഉറങ്ങണു, ബോറടിച്ചൂടെ? അതിൽ വിരസതയെ വരണില്ല. അത് ആത്മസുഖമാണ്. അത് നമ്മളുടെ ഹൃദയത്തിൽ തന്നെ ഉള്ള സുഖം. ഈ സുഖത്തിൻ്റെ ടേസ്റ്റ് ഭഗവാൻ തന്നെ നമുക്ക് ദിവസവും തരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെയാണ് പുറമേക്കൊക്കെ അന്വേഷിച്ച് നടക്കുന്നത്. അതിനെ ബോധപൂർവം കണ്ടെത്താനായിട്ടാണ് മനസ്സ് ലോകത്തിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത്. ആത്മാവിൻ്റെ സൗന്ദര്യം കണ്ടാൽ പുറമേക്കുള്ള സൗന്ദര്യത്തിൽ ഉള്ള ഓട്ടം നിൽക്കും. ആത്മാവിൻ്റെ സുഖം കണ്ടാൽ പുറമേക്കുള്ള സുഖം തേടിയുള്ള ഓട്ടം നിൽക്കും. മനസ്സ് രണ്ടിനു വേണ്ടിയാണ്. ഒന്ന് സൗന്ദര്യം, ഒന്ന് സുഖം. സൗന്ദര്യം കാണുമ്പോൾ സുഖം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ സൗന്ദര്യത്തിന് പുറകെ ഓടുന്നത്. ഭഗവാൻ രമണ മഹർഷി അക്ഷരമണമാലയിൽ ഒരു പാട്ടിൽ പറഞ്ഞു, ഈ മനസ്സ് ലോകത്തിലൊക്കെ ചുറ്റി നടക്കണു. മനസ്സ് എന്തിനു ചുറ്റി നടക്കണം? അലഞ്ഞു നടക്കണം. അതിനെല്ലാവർക്കും പ്രത്യക്ഷ കാരണം അറിയാം. സുഖിക്കണം, സൗന്ദര്യം ആസ്വദിക്കണം. എവിടെയെങ്കിലും സുന്ദരമായ ഒരു വസ്തു കണ്ടാൽ മനസ്സവിടെ പോയി നിൽക്കും. ആരും പറഞ്ഞു കൊടുക്കേ വേണ്ട. മനസ്സേ ഈ സുന്ദരമായ വസ്തുവിൽ ഏകാഗ്രമാവൂ എന്ന് പറഞ്ഞു കൊടുക്കണോ? അല്ലേ?
ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ മനസ്സ് ആ സൗന്ദര്യമുള്ള സ്ഥലത്ത് പോയിട്ട് ഏകാഗ്രമായിട്ട് നിൽക്കും. എത്ര നേരം നിൽക്കും എന്ന് വെച്ചാൽ അതിനേക്കാളും സുന്ദരമായ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇതിനെ വിടും. എന്നിട്ട് ആ സുന്ദരമായ വസ്തുവിൽ പോയി നിൽക്കും. അങ്ങനെ സൗന്ദര്യത്തിനെ അന്വേഷിച്ചുകൊണ്ട് അലഞ്ഞു നടക്കുകയാണ് മനസ്സ്. സൗന്ദര്യത്തിനെ കണ്ടാൽ അടങ്ങി ഒതുങ്ങി ആ മനസ്സ് അവിടെ തന്നെ നിൽക്കണം. അപ്പൊ മനസ്സിനെ കുറ്റം പറയാൻ പാടില്ല. മനസ്സ് സൗന്ദര്യത്തിനെ അന്വേഷിക്കണം. വാസ്തവത്തിൽ മനസ്സ് ആത്മാവിനെയാണ് അന്വേഷിക്കുന്നത്. ആത്മാവിൻ്റെ 2 ലക്ഷണങ്ങൾ മനസ്സിന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒന്ന് സൗന്ദര്യവും ഒന്ന് സുഖവും. അപ്പൊ മനസ്സ് പുറം ലോകത്തിലെ മുഴുവൻ ഈ 2 ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് സകല വസ്തുക്കളിലും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെയാ ആത്മാവ്, എവിടെയാ ഈശ്വരൻ, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഓരോ സ്ഥലത്തും കാണുമ്പോൾ ഇതാണോ എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം നിൽക്കും. കുറച്ച് കഴിയുമ്പോഴോ കഴിഞ്ഞു, അതല്ല. ആ അല്ല എന്ന് പറയണതിനാണ് നമ്മൾ ബോറടിച്ചു എന്ന് പറയണത്. മനസ്സ് സ്വയമേവ പറയും, ഒന്നിനെയും വിടുവിപ്പിക്കണ്ട. കുറെ കഴിഞ്ഞാൽ മനസ്സ് സ്വയം വിട്ടുപോകും. പക്ഷേ അജ്ഞാനം കൊണ്ട് വേറെ ഇടത്ത് പോയി നിൽക്കും. അപ്പൊ അക്ഷരമണമാലയിൽ മനോഹരമായ ഒരു പാട്ട്, ഊർ ചുറ്റുള്ളം വിടാതെ ഉനൈ കണ്ട് അടങ്ങിട ഉൻ അഴകൈ കാട്ട് എൻ അരുണാചല. അരുണാചല ശിവനോടുള്ള പ്രാർത്ഥനയാണ്. അരുണാചല ശിവൻ ആരാ? ആത്മാവിനോടുള്ള പ്രാർത്ഥനയാണ്. അവിടെ ഭഗവാൻ പറയണത് ഈ ഊർ ചുറ്റു ഉള്ളം, ഈ മനസ്സ് ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കണു. അത് അടങ്ങാനായിട്ട്, നിശ്ചലമാവാനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ലോകത്തിലുള്ള മറ്റ് സൗന്ദര്യവും മറ്റു സുഖവും ഒക്കെ അത് ഉപേക്ഷിക്കണമെങ്കിൽ ഉൻ അഴകൈ കാട്ട്, ഭഗവാനെ അവിടുത്തെ സൗന്ദര്യം അത് കാണണം. ഭഗവാന്റെ സൗന്ദര്യം കണ്ടാൽ, ആത്മസുഖം കണ്ടാൽ പിന്നെ അലയില്ല. പിന്നെ എവിടെ അലയാൻ പോണു? ബാക്കിയുള്ളതൊക്കെ തുച്ഛമായിട്ട് പോകും. അതുകൊണ്ടാണ് രുക്മിണി ഭാഗവതത്തിൽ ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ. ഭുവനസുന്ദരൻ ഭഗവാൻ. ഭുവനസുന്ദരനെ കണ്ടാൽ ബാക്കിയുള്ള സൗന്ദര്യമൊക്കെ പുളിച്ചുപോയി. ഭഗവാൻ കർഹിജിത് സർഗത്തിൽ രുക്മിണിയെ ഒന്ന് ഇളക്കുന്നു. എത്ര നല്ല സുന്ദരന്മാരായ ഭർത്താക്കന്മാരൊക്കെ തനിക്ക് കിട്ടുമായിരുന്നു, എന്നെ വിവാഹം കഴിച്ചുവല്ലോ. എത്ര രാജാക്കന്മാർ വിവാഹം കഴിക്കാനായിട്ട് വന്നു, എന്നെ എന്തിനാ വിവാഹം കഴിച്ചത്? ഞാനൊരു ഭിക്ഷാന്തേഹികളുടെ കൂടെ നടക്കുന്നവൻ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞപ്പോൾ രുക്മിണി ദേവി പറഞ്ഞു, ഭഗവാനെ, ശരീര സൗന്ദര്യമാണോ ഞാൻ കാക്ഷിച്ചത്? തോലും മാംസവും താടി രോമവും തലയിൽ രോമവും മീശരോമവും കൂട്ടിക്കെട്ടിയ മാംസപിണ്ഡത്തിനെ ഞാൻ സ്നേഹിച്ചില്ല. അതിൻ്റെ സൗന്ദര്യം എത്ര കാലത്തേക്ക് നിൽക്കും? കുണപോപഭോഗ്യം. കുണപ്പം എന്ന് വെച്ചാൽ ശവം. ആ ശവത്തിനെയല്ല ഞാൻ കണ്ട് സ്നേഹിച്ചത്, ആത്മാവായി അങ്ങയെ കണ്ടിട്ടാണ് സ്നേഹിച്ചത്. അപ്പൊ ആത്മാവിൻ്റെ സൗന്ദര്യം കണ്ടാൽ ബാക്കിയുള്ള സൗന്ദര്യത്തിലൊന്നും രുചി പോവില്ല. അപ്പം മനസ്സ് ശരിക്ക് അടങ്ങി പരിപൂർണമായ തൃപ്തിയിൽ വരും. മനസ്സ് സദാ ആത്മാവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനിർവചനീയ ശക്തി. മൂലത്തിൽ നിന്ന് പൊന്തുന്നു, എന്നിട്ട് ലോകത്തിൽ മുഴുവൻ അന്വേഷിക്കുന്നു. അന്വേഷിച്ചിട്ട് അവസാനം മൂലത്തിലേക്ക് തിരിച്ചു വരും. രാമകൃഷ്ണ പരമഹംസര് ഒരു നല്ല ഉദാഹരണം പറയും. ഒരു കപ്പല് സമുദ്രത്തിൽ യാത്ര തുടങ്ങിയപ്പോൾ ഒരു പരുന്ത് അല്ലെങ്കിൽ ഒരു കാക്ക ഈ കപ്പലിൽ വന്നിരുന്നു ഉറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞ് കപ്പൽ നടു സമുദ്രത്തിലെത്തി. കാക്ക എവിടെ നോക്കിയാലും വെള്ളം. അപ്പൊ കുറെ നേരം കിഴക്കോട്ട് പറന്നു, കര കാണാനില്ല. ചിറക് കുഴഞ്ഞപ്പോൾ തിരിച്ച് കപ്പലിൽ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വടക്കോട്ട് പറന്നു, കര കാണാനില്ല. ചിറക് കുഴഞ്ഞപ്പോൾ തിരിച്ച് കപ്പലിൽ വന്നിരുന്നു. തെക്കോട്ട് കുറച്ച് പറന്നു, കര കാണാനില്ല. ചിറക് കുഴഞ്ഞപ്പോൾ വന്നിരുന്നു. അവസാനം എങ്ങോട്ട് പറന്നിട്ട് ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ കപ്പലിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു എന്നാണ്. ഇതുപോലെ ഈ മനസ്സ് പുറമേക്ക് സകല സ്ഥലങ്ങളിലും അന്വേഷിച്ചു നോക്കും. അന്വേഷിച്ച് തളർന്നു കഴിയുമ്പോൾ ഇനി പുറമേക്കുള്ള അന്വേഷണമൊക്കെ നിർത്തി ഹൃദയത്തിൽ അടങ്ങും. എവിടെ നിന്ന് പൊന്തിയോ അവിടെ തന്നെ അടങ്ങും. ആ പൊന്തുന്ന സ്ഥലത്ത് അടങ്ങാം. ഉദിക്കും ഇടത്തിൽ ഒടുങ്കൽ, തമിഴ്. ഉദിക്കുന്ന സ്ഥാനത്ത് തന്നെ ഈ മനസ്സ് ലയിക്കുമ്പോൾ പരിപൂർണമായ തൃപ്തി, പ്രാണശക്തി, ചിത്തശക്തി, വൃത്തികൾ മുഴുവൻ ഹൃദയസ്ഥാനത്തിൽ അടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ പർപ്പസ് കഴിഞ്ഞു, പൂർണ്ണമായി എന്നാണ്. അപ്പോൾ എല്ലാ അലച്ചലും നിൽക്കാനാണ്. മനസ്സിൻ്റെ ഈ ചുറ്റലൊക്കെ തന്നെ സത്യത്തിനെ അന്വേഷിച്ചുകൊണ്ടാണ്. അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും
ആത്മാവിനെ തന്നെയാണ് തിരയണത്. പക്ഷെ അറിയണില്ല, അത്രയേ ഉള്ളൂ. ആത്മാവിലാണ് ഈ സുഖമുള്ളത് എന്ന് അറിയാത്തത് കൊണ്ട് പുറമേക്ക് മുഴുവൻ അന്വേഷിച്ച് നടക്കണം. അങ്ങനെ അന്വേഷിച്ച് നടന്ന് ഭഗവാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടി ലോകത്തിൽ ദുഃഖം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ദുഃഖം ഉണ്ടാവുമ്പോൾ പതുക്കെ 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 അന്തർമുഖമാവും. അതുകൊണ്ടാണ് കുന്തി ദേവി വിപദഃ സന്തു ന ശശ്വത് തത്ര തത്ര ജഗദ്ഗുരു, തത്ര തത്ര എന്നാണ് പറഞ്ഞത്. ഭഗവാനെ ഒരേ അടിക്ക് ആപത്ത് വേണ്ട, പക്ഷെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ എവിടെ എവിടെ ഞാൻ ഭോഗത്തിൽ വീഴാൻ പോണു അവിടെയൊക്കെ അല്പം അല്പം എനിക്ക് ആപത്ത് ഉണ്ടാവട്ടെ, ദുഃഖം ഉണ്ടാവട്ടെ. എന്നാൽ ആ ഭോഗത്തിൽ ഞാൻ വീണുപോവില്ല. ദുഃഖം ഉണ്ടാവുമ്പോൾ മനസ്സ് മനസ്സിലാക്കും ആന്തരികമായ വിവേകം. അത് എത്ര പഠിച്ചാലും വരില്ല, എത്ര യുക്തി വിചാരം ചെയ്താലും വരില്ല. സ്വയം കണ്ടെത്തിയാലേ വരുള്ളൂ. യു ഹാവ് ടു സീ ദ ഫാക്ട്. ദുഃഖമുണ്ട് എന്നുള്ളത്, തീ ഉണ്ട് പൊള്ളും എന്ന് തൊട്ടിട്ട് എങ്ങനെ അറിയോ അതുപോലെ പറഞ്ഞു കൊടുത്താൽ അറിയില്ല. അതേപോലെ ദുഃഖമുണ്ട് എന്നുള്ളത് ഈ ജീവൻ ആന്തരികമായ സൂക്ഷ്മ വിവേക ശക്തി കൊണ്ട് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയാൽ അതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കും. ശരിക്ക് തീ ഒരിക്കൽ തൊട്ട് പൊള്ളിയ ആൾ പിന്നെ തൊടുവോ? വിവരമുള്ള ആളാണെങ്കിൽ തൊടില്ല. അതുപോലെ പുറം ലോകത്തിൽ ദുഃഖമുണ്ടെന്ന് ശരിക്ക് കണ്ടാൽ പിന്നെ അലഞ്ഞു നടക്കില്ല. ഹൃദയത്തിൽ അടങ്ങും മനസ്സ്, ചിത്തം ഉദിക്കുന്ന സ്ഥാനത്ത് ലയിക്കും. പക്ഷേ അതിന് കുറേ അനുഭവങ്ങളൊക്കെ വേണം. അർജുനന് അതുകൊണ്ടാണ് വിഷാദം കാരണമായിട്ട് തീർന്നത്. അതിനു മുമ്പ് തന്നെ 14 വർഷമായിട്ട് അവർ ദുഃഖിക്കുന്നുണ്ട്. ഇപ്പൊ യുദ്ധത്തില് ഈ വിഷാദവും കൂടെ വന്നപ്പോൾ ശരിക്ക് പരിപാകപ്പെട്ടു ആത്മസാക്ഷാത്കാരം. പലരും ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ദുഃഖം സഹിക്കാൻ വയ്യല്ലോ, അതിനെങ്ങനെ ഒരു ശാന്തി കിട്ടും? എല്ലാവരുടെയും ദുഃഖം അവരവർക്ക് വലുതാണ്. എവിടെ പോയാലും ആളുകൾ ചോദിക്കും, എൻ്റെ ജീവിതത്തിൽ ഇത്ര ദുഃഖം വന്നുവല്ലോ. അവർ വിചാരിക്കണം അവരുടെ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ ദുഃഖം. ദുഃഖം അപൂർവമായ ഒരു ശക്തിയാണ്. ഭഗവാൻ ആ ഒരു ശക്തിയെ വെച്ചുകൊണ്ടാണ് ജീവനെ പരിപാകപ്പെടുത്തുന്നത്. അതിനൊരു കഥ പറയാം ഞാൻ. ഒരു സംഭവം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, വളരെ, അതായത് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ പോയി സെറ്റിലായ ഒരു തമിഴ് ഫാമിലിയാണ്, തമിഴ് കുടുംബം, വ്യാപാരികളാണ്. പരമ്പരയായിട്ടുള്ള പണക്കാരാണ്, പരമ്പരയായിട്ടുള്ള ധനവാന്മാരാണ്, തുണി വ്യാപാരികളാണ്. പട്ടുസാരി, തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് കാഞ്ചീപുരത്തു നിന്നുള്ള പട്ടുസാരികൾ. ഇപ്പം നമ്മൾ കാശിയിലൊക്കെ പോയാൽ അങ്ങനെ ചെട്ടിയാർമാരെയൊക്കെ കാണാം. കാശിയിൽ രാത്രി 7 to 8 സപ്തഋഷി പൂജ കഴിഞ്ഞാൽ ഒരു 8:45, 9 മണി മുതൽ തമിഴ്നാട്ടിലെ നാട്ടുകൊട്ട ചെട്ടിയാർമാരുടെ പൂജയാണ്, വിശ്വനാഥൻ. അതൊക്കെ അവിടെ പോയി സെറ്റിലായ ചെട്ടിയാർമാരാണ്. ഒക്കെ ചോദിച്ചാൽ തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളും അവർ പേര് പറയും. പക്ഷെ അവിടെ തന്നെ കുറേ ജനറേഷനായിട്ട് കാശിയിൽ വസിക്കുന്നവരാണ് അവർ. ഇപ്പോഴും തമിഴ്നാടുമായിട്ട് ബന്ധമുണ്ടാവും. അതേപോലെ തുണി വ്യാപാരം ചെയ്യുന്ന ഒരു പ്രസിദ്ധ കുടുംബം ഗുജറാത്തിൽ. അതിൽ ഒക്കെ വ്യാപാരികളാണ്, കാമ്യമായ ഭക്തിയും ഉള്ള കൂട്ടത്തിലുള്ളവരാണ്. പ്രത്യേകിച്ച് അവരുടെ വകയായിട്ട് സോമനാഥനൊക്കെ പൂജയൊക്കെ ഉണ്ട്. സോമനാഥനൊക്കെ പൂജയുള്ളവരാണ്. അങ്ങനെയുള്ള ആ ഫാമിലിയിൽ, ആ കുടുംബത്തിൽ വന്ന ഒരു രാമേശ്വരൻ എന്ന് പറഞ്ഞ ഒരാൾ, വലിയ പണക്കാരൻ, സുഖമായ ജീവിതം, ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം. അദ്ദേഹം തുണി വ്യാപാരത്തിനായി ഭാരതം മുഴുവൻ സഞ്ചരിക്കും. ആ സമയത്ത് അദ്ദേഹം നിറയെ വേദാന്ത പ്രഭാഷണമൊക്കെ കേട്ടിട്ടുണ്ട്. ഭഗവത്ഗീതയൊക്കെ കുറേയൊക്കെ അറിയാം. ഇന്നത്തെ കാലത്ത് കുറച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏകദേശം 1945-50 കാലത്ത് നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗീതയൊക്കെ ധാരാളം പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെറും ഒരു ബുദ്ധിയെ രുചിപ്പിക്കുന്ന രീതിയിലുള്ള പഠനം, അത്രയേ ഉള്ളൂ. അതൊന്നും പ്രയോജനപ്പെടുത്തിയതല്ല. പണം ഉണ്ടാക്കുന്നതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രദ്ധ.
അദ്ദേഹത്തിന് ഒരു മകളും 2 മകനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ സാത്വികയായ ഒരു സ്ത്രീ, നല്ല ഭക്തയായിരുന്നു. ഇദ്ദേഹത്തിന് കുടുംബത്തിൽ മുഴുവൻ സപ്പോർട്ടും ആ അമ്മയായിരുന്നു. കുടുംബജീവിതം ദുഃഖമാണെന്നോ സംസാരം ദുഃഖമാണോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുകയില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം അത്ര സന്തുഷ്ടമാണ്, അത്ര തൃപ്തികരമാണ്, നല്ലവരുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു. വളരെ ആഡംബരമായിട്ട് നിശ്ചയിച്ചു. കല്യാണം ഇതേപോലെ ഒരു വ്യാപാരിക്ക് തന്നെ, വ്യാപാരിയുടെ മകന് കല്യാണം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ച് കല്യാണം നാളെ ആഡംബരമായ ഏർപ്പാടൊക്കെ കഴിഞ്ഞു. തലേ ദിവസം ഈ അമ്മ ഒന്ന് പനിച്ചു കിടന്നു, അത്രയേ ഉള്ളൂ. രാത്രി ആവുമ്പോഴേക്കും മരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ശരിക്കും ഭ്രാന്ത് പിടിക്കണ പോലെയായി ഈ മനുഷ്യൻ. കല്യാണമൊക്കെ 1 വർഷത്തേക്ക് നീട്ടിവെച്ചു. ഈ 1 വർഷം ഇദ്ദേഹം ദുഃഖം കൊണ്ട്, എന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ജീവിതം വളരെ സന്തുഷ്ടമായിരിക്കും എന്ന് വിചാരിച്ച ആള് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുഃഖം, അതും ഏറ്റവും പ്രധാനമായ ഒരു ജീവിതഘട്ടത്തിൽ 1 വർഷം തന്നെ അദ്ദേഹം കരഞ്ഞിട്ടുണ്ട്. അത്രയധികം വിഷമിച്ചു. ഇത് പറഞ്ഞ് കേട്ട്, അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാൾ പറഞ്ഞ് കേട്ടിട്ടുള്ള കഥ. വളരെയധികം കരഞ്ഞു, ദുഃഖിച്ചു. 1 വർഷം കഴിഞ്ഞ് മകളുടെ വിവാഹം പഴയ പോലെ തന്നെ. എല്ലാ ദുഃഖവും മനുഷ്യൻ കുറെ കഴിയുമ്പോൾ മറന്നു പോകുമല്ലോ. അദ്ദേഹം അത്ര കണ്ട് മറന്നില്ലെങ്കിലും 1 വർഷം കഴിഞ്ഞ് മകളുടെ വിവാഹത്തിന് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു. ആഡംബരമായി വിവാഹം കഴിച്ചു കൊടുത്തു. അതേ ആൾക്ക് തന്നെ. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനിടയിൽ ആ കുട്ടിയും ഗർഭിണിയായി. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് മകളും വയറ്റിലുള്ള കുട്ടിയും മരിച്ചു. ഈ വാർത്ത കിട്ടിയതോടുകൂടെ അന്നത്തെ ദിവസം മകള് മരിച്ചു കിടക്കുന്നു, ശവം കാണാൻ പോലും പുറപ്പെട്ടു പോയില്ല. ഈ വാർത്ത കേട്ടതോടുകൂടെ ഇദ്ദേഹം വീട്ടിൽ നിന്നും പരിവ്രാജകനായിട്ട് ഇറങ്ങി നടന്നു. ഗുജറാത്തിലെ ഏതോ ഗ്രാമമാണ്. പരിവ്രാജകനായിട്ട് ഏകദേശം 5-6 കൊല്ലം അലഞ്ഞു നടന്നു. അമ്പലങ്ങളായിട്ട് അലഞ്ഞു നടന്നു. വ്യാപാരമൊക്കെ അന്നത്തെ രാത്രിയോടെ അനേക ലക്ഷത്തിൻ്റെ സ്വത്ത് മുഴുവൻ അവിടെ ഇട്ടു. ഭിക്ഷാന്തേഹിയായിട്ട് അലഞ്ഞു നടന്നു. അലഞ്ഞ് കാശിയിൽ കുറേ ദിവസം വസിച്ചു എന്നൊക്കെ അദ്ദേഹത്തിനെ കണ്ടവരുണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശിൽ വന്നിട്ട് ഒരു ഗ്രാമത്തിൽ വെച്ച് ഒരു സാധുവിനെ കണ്ടു, ഒരാശ്രമം. ആ ആശ്രമത്തിൽ വന്ന് ഏകദേശം 1 വർഷം താമസിച്ചപ്പോൾ ആ സാധു ഇദ്ദേഹത്തിന് ശിവപഞ്ചാക്ഷരി, സൂക്ഷ്മ പഞ്ചാക്ഷരി ഉപദേശിച്ചു കൊടുത്തു. എന്നുവെച്ചാൽ ശിവായ നമഃ, നമഃശിവായ എന്നുള്ളത് സ്ഥൂലപഞ്ചാക്ഷരി എന്ന്, ശിവായ നമഃ എന്ന് ജപിക്കാനായിട്ട് ഉപദേശിച്ചു കൊടുത്തു. മനസ്സിന് ശാന്തിയേ ഇല്ല. അദ്ദേഹം ആ ഗുരുവിനോട് പ്രാർത്ഥിച്ചതാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ശാന്തി കിട്ടാൻ എന്തെങ്കിലും ഉപദേശിച്ചു തരൂ. ശിവായ നമഃ എന്ന പഞ്ചാക്ഷരം പ്രണവസഹിതം ഉപദേശിച്ചു കൊടുത്തു. 100 ദിവസം ആന്ധ്രയിൽ ആ ഗ്രാമത്തിൽ തന്നെ ഇദ്ദേഹം പാലും പഴവും മാത്രം കഴിക്കും, ഉപ്പില്ലാത്ത ചപ്പാത്തി കഴിക്കും ഒരു നേരം. 100 ദിവസം അവിടെ തപസ് ചെയ്തു. എന്നുവെച്ചാൽ രാവും പകലും ഈ പഞ്ചാക്ഷര ജപം. ഉറങ്ങില്ല. ഉറക്കം വന്നാൽ മരത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്തിട്ട്, ആലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്ത് ജപിക്കും. എന്താന്ന് വെച്ചാൽ ഉറങ്ങിയാൽ സ്വപ്നത്തിൽ ദുഃഖം വരും, പേടിയാണ്. താൻ അനുഭവിച്ച ദുഃഖം സ്വപ്നത്തിൽ വരും എന്നുള്ള പേടിയാണ്. ആ ദുഃഖമാണ് ഈ ജപം ചെയ്യിപ്പിക്കണത്. പാല് കുടിക്കും, അത് വെള്ളം ഒഴിച്ച് കുടിക്കും, ഉപ്പില്ലാതെ ചപ്പാത്തി കഴിക്കും. 100 ദിവസം നിർത്താതെ പഞ്ചാക്ഷര ജപം. 100 ദിവസം കഴിയുമ്പോൾ ഈ ശരീരമൊക്കെ മെലിഞ്ഞിട്ട് സ്കെൽട്ടൻ നടക്കണ പോലെ ആയിരുന്നു. പോലെ, എല്ലു മാത്രം ശരീരത്തിൽ. അങ്ങനെയുള്ള തപസ്സാണ്. ആ 100 ദിവസം കൊണ്ട് ഒരുമാതിരി ഒരു ശമനം കിട്ടി. തന്നെ താൻ ശിക്ഷിക്കണ പോലെയാണ്. ഒരുമാതിരി ഒരു ശമനം കിട്ടി. എന്നാലും സമാധാനമില്ല, തൃപ്തിയില്ല. അപ്പം അവിടെ തന്നെ ഉള്ള ആ സാധു
അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാലവും കഴിയാനായി കഴിഞ്ഞു, നിങ്ങൾ ഒരു തീർത്ഥയാത്ര പോവുക, ഭാരതം മുഴുവൻ നടക്കുക. അദ്ദേഹത്തിനോ സമാധാനമില്ല. അദ്ദേഹം പിന്നാലെ പറഞ്ഞു, ഉള്ളിൽ തീയും കൊണ്ട് നടക്കണ പോലെയാണ് ഞാൻ നടന്നത്. ഈ ദുഃഖം കൊണ്ട്, വിഷാദം നടന്ന് കേദാർനാഥ് ദർശനത്തിനായിട്ട് പോയി. ബദ്രി കേദാർ ദർശനത്തിന്. കേദാരേശ്വര ദർശനം കഴിഞ്ഞു. ഒക്കെ നടന്നിട്ടാ, ഇവിടുന്ന് നടന്നിട്ട്, വാഹനയാത്രയൊന്നുമില്ല, വർഷക്കണക്കിന് നടത്തമാണ്. അദ്ദേഹത്തിന് ശരീരം ജീവനോടെ ഇരിക്കണം എന്നുള്ള ആഗ്രഹം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ നടന്ന് 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 കേദാരേശ്വർ ദർശനം കഴിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ അവിടെ ഈ കേദാരേശ്വർ ചുവട്ടില് ഒരു ശിവക്ഷേത്രമുണ്ട്, ഒരു ഗ്രാമം. അവിടെ വെച്ച് ഇദ്ദേഹം മയങ്ങി വീണു. കഴിക്കാൻ ആഹാരമില്ലാതെ മയങ്ങി വീണു. മയങ്ങി വീണ് തലയിൽ ആരോ കൈവച്ച് തന്നെ ശുശ്രൂഷിക്കുന്നതായിട്ട് തോന്നി. കണ്ണു തുറന്നു നോക്കി ഒരു വൃദ്ധൻ, തലയൊക്കെ മുട്ടയടിച്ച് വയസ്സായ ഒരു വൃദ്ധ സന്യാസി. ആ വൃദ്ധ സന്യാസി ഇദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചു, പാല് കൊടുത്ത് ഒരു 10 ദിവസം ഇദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ഒരുമാതിരി ബാഹ്യപ്രജ്ഞ വന്നതും ബലം വെച്ചു. അപ്പൊ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ അലഞ്ഞു നടക്കണത്? അദ്ദേഹം തമിഴനാണ്. ആ സന്യാസി തമിഴിലാണ് വർത്തമാനം പറഞ്ഞത്. ഇദ്ദേഹത്തിന് തമിഴ് അറിയാം. ഇദ്ദേഹം പറഞ്ഞു, ശാന്തി എവിടെ? തലയ്ക്ക് തീ പിടിച്ച ആള് പച്ചവെള്ളം അന്വേഷിച്ച് നടക്കണ പോലെയാണ് സ്വാമി ഞാൻ ലോകം മുഴുവൻ നടന്നത്. ദുഃഖം, ഞാൻ അത്ര കണ്ട് ദുഃഖം അനുഭവിച്ചു. ധാരാളം സമ്പത്തുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് പ്രയോജനപ്പെട്ടില്ല. അത്രയും ഉണ്ടായിരുന്നിട്ട് ആരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സുഖിക്കുമായിരുന്നു, അവരൊക്കെ എന്നെ വിട്ടിട്ട് പോയി. ഞാൻ പിന്നെ എന്തിനു ജീവിക്കണം? എൻ്റെ ജീവിതം കൊണ്ട് എന്തു പ്രയോജനം? എനിക്ക് സമാധാനം എവിടെ? ശാന്തി എവിടെ? അപ്പം ആ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞേ, ശാന്തി എന്ന് പറയണത് ഹിമാലയത്തിലോ കുടുംബത്തിലോ കിട്ടില്ല. ഇത് 2 എക്സ്ട്രീമാണ്, കുടുംബവും ഹിമാലയവും. ശാന്തി എന്ന് പറയുന്നത് കുടുംബത്തിലും ഇല്ല, ഹിമാലയത്തിലും ഇല്ല. ശാന്തി എന്ന് പറയുന്നത് ഈശ്വരൻ്റെ പര്യായ പദമാണ്. ഈശ്വരൻ എന്നുള്ളതിൻ്റെ മറ്റൊരു പേരാണ് ശാന്തി. ആത്മാവിൻ്റെ മറ്റൊരു പേരാണ് ശാന്തി എന്ന് പറഞ്ഞ അദ്ദേഹം തമിഴിൽ തിരുമൂലരുടെ ഒരു പദ്യം പറഞ്ഞു അത്രേ. നാടും നഗരമും നൽതിരുക്കോയിലും തേടിത്തിരിന്ത് ശിവപെരുമാൻ என்று പാടുമിൻ പാടിപ്പണിമിൻ പണിந்த പിൻ കൂടിയ നെഞ്ചത്ത് കോയിലായിക്കൊള്ളുവനേ. ഉള്ള നാടും നഗരവും അമ്പലങ്ങളും സകല സ്ഥലങ്ങളിൽ അലഞ്ഞു നടന്നിട്ട് എവിടെ ശിവപെരുമാൻ, പരമേശ്വരൻ എവിടെ, ഭഗവാൻ എവിടെ അന്വേഷിച്ച് അവസാനം നെഞ്ചത്ത് കോയിലായിക്കൊള്ളുവനേ. ഉള്ള നാടും നഗരവും അമ്പലങ്ങളും സകല സ്ഥലങ്ങളിൽ അലഞ്ഞു നടന്നിട്ട് എവിടെ ശിവപെരുമാൻ, പരമേശ്വരൻ എവിടെ, ഭഗവാൻ എവിടെ അന്വേഷിച്ച് അവസാനം നെഞ്ചത്ത് കോയിലായിക്കൊള്ളുവനേ. തൻ്റെ ഉള്ളിലുള്ള ആ ആത്മാവിൻ്റെ വിളിയാണ് തന്നെ ഇത്രയധികം അലച്ചത്. ആത്മാവിൽ സർവവും ഉണ്ട്. ആത്മസാക്ഷാത്കാരം കൊണ്ട് പരിപൂർണമായ ശാന്തി ഉണ്ടാവും. തന്നെ താൻ അറിയണം. ഇയാൾ ചോദിച്ചു, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഈ രാമേശ്വർ. അതിന് ആ സാധു പറഞ്ഞു അത്രേ, താൻ ചെയ്യേണ്ടതൊക്കെ ധാരാളം ചെയ്തു കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഇരിക്കും, നിശ്ചലമായിട്ടിരിക്കും. ചെയ്യേണ്ടതൊക്കെ അധികം, ചെയ്യേണ്ടതിലധികം ചെയ്തു കഴിഞ്ഞു, ചെയ്യേണ്ട തപസ്സൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി ചുമ്മാ നിശ്ചലമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞ് ശിരസിൽ കൈവച്ചു. അദ്ദേഹത്തിന് ശരീരം മുഴുവൻ ഒരു ശീതളത, ഒരു കുളിർമ പരക്കുന്നതായിട്ട് തോന്നി. നിർവികൽപ്പമായ ഒരു തരം സമാധി അവസ്ഥയിൽ 3 മണിക്കൂർ നേരം ബാഹ്യപ്രജ്ഞ ഇല്ലാതെ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഈ സാധുവിനെ അവിടെ കണ്ടില്ല, അന്വേഷിച്ചതുമില്ല. പിൽക്കാലത്ത് ഇദ്ദേഹം ഗംഗാതീരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രമം ഉണ്ടായിരുന്നു. ഒരു വലിയ ജീവൻ മുക്തനായിട്ട്, വളരെ കുറച്ചു പേർക്കേ അദ്ദേഹത്തിന് അറിയുള്ളൂ, തമിഴ് സ്വാമി എന്നേ പറയുള്ളൂ. ഒരു ജീവൻ മുക്തനായിട്ട് ബ്രഹ്മനിഷ്ഠനായിട്ട് അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിനോട് അടുത്ത് പെരുമാറിയവർ ചോദിച്ചു, അങ്ങക്ക് ഉപദേശം തന്ന ആ ഗുരു എവിടെ പോയി ചോദിച്ചു.
അദ്ദേഹം പറഞ്ഞു, ഹി എൻറ്റേർഡ് ഇൻ ടു മീ ആൻഡ് ബിക്കെയിം മൈ ഓൺ സെൽഫ്, സോ ദർ വാസ് നോ ക്വസ്റ്റ്യൻ ഓഫ് സെർച്ചിങ് ഹിം. അദ്ദേഹം എന്നിലേക്ക് കടന്ന് ഞാനായിട്ട് തീർന്നു. ഗുരു വേറെ ഞാൻ വേറെ എന്നുള്ളത് പോയി, ഗുരുവേ ഞാൻ. ഗുരു എന്നിൽ നിന്ന് അന്യമായിട്ടില്ല, എൻ്റെ സ്വരൂപമായിട്ട് എന്നിലേക്ക് പ്രവേശിച്ച്, നദി സമുദ്രത്തിൽ പ്രവേശിച്ച് ഇല്ലാതാവണ പോലെ അദ്ദേഹം എന്നിൽ പ്രവേശിച്ച് മറഞ്ഞു കളഞ്ഞു. ഒരു പൂർണ്ണപുരുഷനായിട്ട്. ഈ കഥ പറഞ്ഞത് ദുഃഖം, ഇങ്ങനത്തെ ദുഃഖം പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ പരിപാകത വന്ന ജീവൻ ആ ദുഃഖം വലിയ അനുഗ്രഹമായിട്ട് തീരും. ദുഃഖം ജീവനെ ഈശ്വരനോട് അടുപ്പിക്കും. വിഷാദം യോഗമായിട്ട് മാറണം. വിഷാദം കൊണ്ട് മനസ്സ് വിഷയങ്ങളിലുള്ള അലച്ചൽ നിർത്തിയിട്ട് ആത്മാഭിമുഖമായിട്ട് തിരിയും. തൻ്റെ നേരെ തിരിയും. താൻ സദാ സുഷുപ്തിയിൽ അനുഭവിക്കുന്ന സുഖം ബോധപൂർവം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കും. എപ്പോൾ ആ സുഖം കിട്ടും? മനസ്സ് എപ്പോൾ നിശ്ചലമായിട്ട് നിൽക്കണോ അപ്പോഴേ സുഖം കിട്ടുള്ളൂ, സ്വരൂപസുഖം കിട്ടുള്ളൂ. മനസ്സ് നിശ്ചലമായിട്ട് നിൽക്കണമെങ്കിലോ ആത്മാവിനെ അറിയണം, അപ്പോഴേ മനസ്സ് നിശ്ചലമാക്കുള്ളൂ. അല്ലാതെ ഏതെങ്കിലും യോഗവിദ്യ കൊണ്ട് പിടിച്ചു നിർത്തിയാൽ പോരാ. യോഗവിദ്യ കൊണ്ടൊക്കെ പിടിച്ചു നിർത്തുന്നത് തൽക്കാലത്തേക്ക്. മനസ്സ് പൂർണ്ണമായി ഇല്ലാതാവണമെങ്കിൽ മനസ്സിൻ്റെ മൂലം അറിയണം. മനസ്സ് എവിടുന്ന് പൊന്തണു എന്നുള്ളത് കണ്ടെത്തണം. കണ്ടെത്തിയാൽ ഞാൻ എന്നുള്ള വൃത്തിയാണ് മനസ്സിൽ മൂലവൃത്തി. ഞാൻ എന്നുള്ളത് എന്താണ്, അതിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അന്വേഷിച്ചാൽ അഖണ്ഡമായി ചിദാകാശം, ആ ചിദാകാശം ഇതിനൊക്കെ പുറകിൽ തെളിഞ്ഞു കിട്ടും. ചിദാകാശത്തിൽ തോന്നുന്ന പറന്ന് നടക്കുന്ന വെറും മേഘങ്ങളെ പോലെയാണ് ഈ ചിത്തവൃത്തികൾ. മേഘങ്ങളൊക്കെ ആകാശത്തിലുണ്ടാവും, മഴ പെയ്ത് കഴിഞ്ഞാൽ തെളിയും. അതുപോലെ ഈ ചിദാകാശത്തിൽ വികാരങ്ങളാവുന്ന മേഘങ്ങളൊക്കെ വരും. അതൊക്കെ കുറേയൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെയും മേഘങ്ങളുണ്ടാവും. പക്ഷെ മേഘങ്ങളൊന്നും ആകാശത്തിനെ സ്പർശിക്കണില്ല. ഇരുട്ടും വെളിച്ചവും ഒന്നും ആകാശത്തിനെ സ്പർശിക്കണില്ല. ആകാശം യാതൊന്നുകൊണ്ടും സ്പർശിക്കപ്പെടാതെ നിൽക്കണ പോലെ ആത്മാ സുഖം ദുഃഖം കർത്തൃത്വം ഭോക്തൃത്വം രാഗം ദ്വേഷം ഇതുകൊണ്ടൊന്നും സ്പർശിക്കപ്പെടുന്നില്ല. ഇതൊന്നും ആത്മാവിനെ സ്പർശിക്കണേ ഇല്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഇതാണേ. ഈശാവാസ്യോപനിഷത് ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നു, ലോകത്തിനെ ഉപേക്ഷിക്കണം എന്ന് പറയണു സന്യാസത്തിന്. ലോകത്തിനെ ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ ലോകം എന്താ? ഈ കാണുന്ന ലോകത്തിനെ എവിടെയെങ്കിലും കൊണ്ട് സമുദ്രത്തിൽ മുക്കിക്കളയാൻ പറ്റുമോ? ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ ലോകം എന്നുള്ളതിന് ആചാര്യസ്വാമികൾ അർത്ഥം കൊടുക്കുന്നത് രാഗദ്വേഷ കർത്തൃത്വ ഭോക്തൃത്വാദി രൂപം ജഗത് എന്നാണ്. രാഗം ദ്വേഷം കർത്തൃത്വം ഭോക്തൃത്വം ഇതാണ് ജഗത്ത്. രാഗം ദ്വേഷവും ഉണ്ടെങ്കിലേ മനസ്സ് ചലിക്കുള്ളൂ, അല്ലെങ്കിൽ ചലിക്കില്ല. ഇപ്പം ഞാൻ നിങ്ങളോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് പോകണു, ചലിക്കില്ല. പക്ഷെ ഇവിടെ ആരെങ്കിലും ഒരാളോട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യം തോന്നിയാൽ മനസ്സ് അയാളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അപ്പം ചലിക്കും, ചലനം ഉണ്ടാവും. ആരോടെങ്കിലും എനിക്ക് വെറുപ്പ് തോന്നിയാൽ, ഇവരെന്തിനു വന്നു എന്ന് തോന്നിയാൽ സദാ അവരെ നോക്കിക്കൊണ്ടിരിക്കും. അവിടുന്ന് പോകുമ്പോഴും അവരെന്തിനു വന്നു, അവരെ കാണേണ്ടിയിരുന്നില്ല. വെറുപ്പ്, മനസ്സ് അവരെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കും. രാഗദ്വേഷം ഉണ്ടെങ്കിൽ മനസ്സിൽ വൃത്തി ഉണ്ടാവും, സംസ്കാരം ഉണ്ടാവും, ചലിക്കും. അത് രണ്ടും ഇല്ലെങ്കിൽ ചലിക്കില്ല. അല്ലെങ്കിൽ കർത്തൃത്വം ഭോക്തൃത്വം, ഇപ്പം ഞാൻ ചെയ്യണു എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താന്ന് വെച്ചാൽ പ്രഭാഷണം കഴിഞ്ഞ് പതുക്കെ അങ്ങോട്ട് പോയിട്ട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സുഖം ഉള്ളിൽ. അത് ഭോക്തൃത്വം, അത് കർത്തൃത്വ ഭോക്തൃത്വം. എന്നെ തന്നെ ഞാൻ ആസ്വദിക്കണത്, അതായത് എൻ്റെ അഹങ്കാരത്തിൻ്റെ മൂവ്മെൻ്റാണ് അതൊക്കെ. അത് കർത്തൃത്വ ഭോക്തൃത്വ സുഖം. വെളിയിലുള്ള വസ്തുക്കളെ ആസ്വദിക്കുന്നത് രാഗദ്വേഷം. ഇത് രണ്ടുമാണ് മനസ്സിൻ്റെ ചലനത്തിന് മൂലകാരണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ മനസ്സ് ചലിക്കില്ല. അതുകൊണ്ടാണ് അറിവാകുന്ന കൊടിലുകൊണ്ട് രാഗദ്വേഷങ്ങൾ എടുത്തു കളഞ്ഞാൽ പിന്നെ മനസ്സ് സഹജമായിട്ട് വ്യവഹരിച്ചാലും ദൂഷ്യമൊന്നുമില്ല. ഇതിനു വേണ്ടിയാണ് ഭഗവാൻ അർജുനന്റെ ദുഃഖം മാറ്റാനായിട്ട് ആത്മവിദ്യയെ ഉപദേശിക്കുന്നത്. ഭാഗവതത്തിൽ പറഞ്ഞു, കുമതി മഹരത ആത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യമേസ്തു. അർജുനന്റെ കുമതി എന്ന് വെച്ചാൽ ബുദ്ധിയിലുള്ള കുഴപ്പം, പെർവേഷൻ,
മിസ്അണ്ടർസ്റ്റാൻഡിങ്, അത് നീക്കാനായിട്ട് ആത്മവിദ്യയാ കുമതി മഹരത്, ആത്മവിദ്യ കൊണ്ട് ബുദ്ധിയെ ഒന്ന് തെളിപ്പിച്ചു വിട്ടു. വേറെ ഒന്നും ചെയ്തില്ല. ആത്മവിദ്യ കൊണ്ട് ബുദ്ധിയിൽ ഒരു തെളിച്ചം ഉണ്ടാക്കി അർജുനന്. ആത്മവിദ്യ എന്ത് ചെയ്യുന്നു? ശ്രദ്ധയെ മനസ്സിൽ നിന്നും ആത്മാവിലേക്ക് തിരിച്ചുവിടുന്നു. ശ്രദ്ധ ശരീരത്തിലാണെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും വന്നാൽ ദുഃഖിക്കും. ശ്രദ്ധ മനസ്സിലാണെങ്കിലോ മനസ്സിന്റെ ചാഞ്ചല്യം ഒക്കെ ദുഃഖിപ്പിക്കും. ശ്രദ്ധ സ്വരൂപത്തിലാണെങ്കിൽ ശരീരത്തിന് എന്തു വേണമെങ്കിൽ സംഭവിക്കട്ടെ, മനസ്സിന് എന്തു വേണമെങ്കിൽ സംഭവിക്കട്ടെ, ദുഃഖിക്കില്ല. അപ്പോ ശ്രദ്ധയെ സ്വരൂപത്തിലേക്ക് തിരിച്ചുവിടാനായിട്ട് ഭഗവാൻ ആദ്യമേ പറഞ്ഞു, അർജുന, അറിവുള്ളവര് ദുഃഖിക്കില്ല. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ നാനുശോചന്തി പണ്ഡിതാഹ. ശോകം എന്നുള്ളത് അജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. ജീവിച്ചിരിക്കണവരെ കുറിച്ചോ മരിച്ചവരെ കുറിച്ചോ അറിവുള്ളവർ ദുഃഖിക്കില്ല. കാരണം ദുഃഖിച്ചിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് നമ്മൾ ദുഃഖിക്കും, അല്ലേ? കുടുംബത്തിലുള്ളവരൊന്നും നമ്മൾ വിചാരിക്കണ പോലെ ഇല്ല. മക്കൾ പറഞ്ഞാൽ കേൾക്കണില്ല, ഭർത്താവ് ശരിയില്ല, ഭാര്യ ശരിയില്ല, ഓഫീസ് ശരിയില്ല, ഗവൺമെന്റ് ശരിയില്ല, നാട് ശരിയില്ല. എന്തൊക്കെ ദുഃഖമാണ് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചുള്ള ദുഃഖം. എന്നാൽ വല്ലതും ശരിയാക്കാൻ പറ്റുമോ? അവനവനെ ശരിയാക്കാൻ പറ്റണില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാപ്പി കൂടി ഉപേക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് 6 വർഷമായി ഒരാൾ എല്ലാ വർഷവും ജനുവരി 1-ാം തീയതി റെസൊല്യൂഷൻ എടുക്കും, ഈ വർഷം കാപ്പി കുടിക്കാൻ പാടില്ല, അന്ന് ഉച്ചയ്ക്ക് തന്നെ കുടിക്കും. ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ മറ്റുള്ളവരുടെ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ട് അവരെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? അയാൾ പറഞ്ഞു 6 വർഷം പരിശ്രമിച്ചു കാപ്പി കൂടി ഉപേക്ഷിക്കാൻ. എന്നിട്ട് 6 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കണ്ടപ്പോൾ ചോദിച്ചു, എന്തായി, ഉപേക്ഷിച്ചു? എന്താണ്? അല്ല, അത് ഉപേക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തിനെ ഉപേക്ഷിച്ചു. അപ്പോ സ്വന്തം ശരീരത്തിന് തന്നെ നമ്മൾ പറഞ്ഞാൽ കേൾക്കണില്ല എന്നിരിക്കുമ്പോ മറ്റുള്ളവരുടെ ശരീരം അത്ര പെട്ടെന്ന് പറഞ്ഞാൽ കേൾക്കുമോ? അപ്പൊ അവരെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. എല്ലാവരുടെ ജീവിതത്തിനെയും നിയന്ത്രിച്ചുകൊണ്ട് ഒരു സർവേശ്വരൻ ഉണ്ട്. അത് അംഗീകരിച്ചാൽ തന്നെ മനസ്സിന് സമാധാനം ഉണ്ടാവും. ജഗത്ത് മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തി നമ്മളുടെ ശരീരത്തിനെയും അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരുടെ ശരീരത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ ശരീരത്തിൻ്റെയും നിയന്താവായി എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരുന്ന് അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാനാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ആരെയും കുറ്റവും പറയില്ല. എന്നുവെച്ചാൽ അവരൊന്നും നന്നാക്കാൻ പോകില്ല എന്നർത്ഥം. അതൊക്കെ നല്ല ചീത്തയാവട്ടെ ദൂഷ്യമാവട്ടെ എന്തൊക്കെയാണെങ്കിലും അത് ഭഗവാൻ നിയന്ത്രിക്കണം. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് അവരും പ്രവർത്തിക്കണു. ഭാഗവതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ശ്ലോകമുണ്ട്, ഈശസ്യ ഹി വശേ ലോകോ യോഷാ ദാരുമയീ യഥ. പാവക്കൂത്തില് പാവകൾ കളിക്കുമ്പോൾ പാവക്കൂത്തുകാരൻ്റെ കയ്യിൽ കളിക്കണ പോലെ ഈശ്വരന്റെ കയ്യിലെ പാവകളാണ് ലോകത്തിലുള്ളവരൊക്കെ. അവർക്ക് സ്വതന്ത്രമായ കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ല. യുധിഷ്ഠിരൻ ദുഃഖിക്കുമ്പോൾ അവിടെ കൃഷ്ണൻ പറയുന്നുണ്ട്, മാ കഞ്ചന ശുചോ രാജൻ യദീശ്വര വശം ജഗത്. രാജാവേ, ആരെക്കുറിച്ച് ആലോചിച്ചും ദുഃഖിക്കരുത്. കാരണം ഈ ജഗത്ത് ഈശ്വരന്റെ കയ്യിലുള്ളതാ. ഈശ്വരൻ എങ്ങനെ തുള്ളിപ്പിക്കണോ അങ്ങനെ തുള്ളുകയാണ് ലോകത്തിലെല്ലാവരും. അവരാരും സ്വതന്ത്രമായിട്ട് തുള്ളുകയല്ല. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ ജീവിച്ചിരിക്കണവരെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കണതിൽ യാതൊരു വിഷമല്ല. അറിവുള്ളവരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നവരാ. സോക്രട്ടീസ് ലോകത്തിന് മുഴുവൻ ഉപദേശിച്ചിരുന്നു. ഒരു ജീവൻ മുക്തനായിരുന്നു, സ്ഥിതപ്രജ്ഞനായിരുന്നു അദ്ദേഹം. യേശുക്രിസ്തു പോലും കുരിശിൽ കയറ്റിയപ്പോൾ എന്നെ വിട്ടുവല്ലോ കർത്താവേ എന്ന് പറഞ്ഞു ഒന്ന് വിളിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിനെ അല്പം ഒന്ന് മാറ്റണം എന്ന് ശഠിച്ചപ്പോൾ നടന്നില്ല. വിഷം കൊടുത്തപ്പോൾ സന്തോഷമായി വാങ്ങി കുടിച്ചു. അങ്ങനെയുള്ള സോക്രട്ടീസ് ലോകത്തിലുള്ളവരെയൊക്കെ ഉപദേശിച്ചിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ചിട്ടല്ല, അവരൊക്കെ നന്നാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഉപദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എപ്പോഴും ശണ്ട ഓടിക്കൊണ്ടേയിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത്. ഭാര്യ പറയും, നിങ്ങളെ വെറുതെ ജീവിതം പാഴാക്കുന്ന വിവരം കെട്ട ആളാണെന്ന് വിളിക്കും അത്രേ ഭാര്യ അദ്ദേഹത്തിനെ.
കൊടും തണുപ്പത്ത് ചെരുപ്പിടാതെ ഐസിൽ നടക്കും. ഉടുക്കാനൊരു തുണി മാത്രം, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള മഹാപുരുഷൻ അദ്ദേഹത്തിന്റെ ഭാര്യ എപ്പോഴും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം ആലോചിച്ച് ദുഃഖിച്ചതേ ഇല്ല, ഒട്ടും ദുഃഖിച്ചില്ല, സന്തോഷമായിട്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 7-8 മണിക്കൂറായി ഈ അമ്മ നിലവിളിച്ചോണ്ടേ ഇരിക്കണം. ഒരു 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ തലയിൽ ഒഴിച്ചു അത്രേ. അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എവറി ടൈം ഇറ്റ് തണ്ടേഴ്സ് ടുഡേ ഇറ്റ് റെയിൻഡ് എന്നാണ്. എപ്പോഴും അത് ഇടിവെട്ടും, ഇന്ന് മഴ പെയ്തു, നല്ല മഴ, തലയൊന്ന് തണുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ അവര് നന്നാവുന്നോ മാറുന്നോ അദ്ദേഹം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ടെൻഷനേ ഇല്ല. അല്ലെങ്കിൽ വിഷമിക്കില്ലേ, അവർ മാറിയില്ലല്ലോ എന്ന് വിഷമുണ്ടാവില്ലേ? വിഷമില്ല. ഗതാസൂൻ അഗതാസൂംശ. അതുപോലെ മരിച്ചുപോയവരെ കുറിച്ച് ആലോചിച്ച് വല്ല പ്രയോജനമുണ്ടോ? അവരൊക്കെ കഴിഞ്ഞുപോയതാണ് അവരുടെ കഥ. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിട്ട് എന്തു കാര്യം? എല്ലാവർക്കും കോമൺ സെൻസിൽ അറിയണതാണ്. പക്ഷെ പ്രായോഗികമായി വരുമ്പോൾ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. 4 വയസ്സിൽ നടന്ന കാര്യമൊക്കെ ആലോചിച്ച് 50ാമത്തെ വയസ്സിൽ കരയും. അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഗതാസൂൻ അഗതാസുംശ നാനുശോചന്തി പണ്ഡിതാഹ. പണ്ഡിതൻ എന്ന് വെച്ചാൽ ആത്മജ്ഞാനി എന്നർത്ഥം. ആത്മതത്വം കണ്ടെത്തിയ ആള്, തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവൻ, കഴിഞ്ഞുപോയതിനെയും വരാൻ പോകുന്നതിനെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഒന്നും കുറിച്ച് അയാൾ ചിന്തിക്കണേ ഇല്ല. ചിന്തിച്ച് ദുഃഖിക്കണില്ല എന്ന് മാത്രമല്ല, ചിന്തിക്കണില്ല. ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു, മറ്റുള്ളവരെ മനസ്സിൻ്റെ ഉള്ളിൽ കടത്തരുത് എന്ന്. എന്നാ ഭഗവാനെ മറ്റുള്ളവർക്കൊന്നും ചെയ്യേണ്ടേ, എന്തു വേണമെങ്കിൽ ചെയ്തോളൂ, എന്തു വേണമെങ്കിൽ കൊടുത്തോളൂ, സർവസമ്പത്തും വേണമെങ്കിൽ കൊടുത്തോളൂ, സേവ ചെയ്തോളൂ, പക്ഷേ ഉള്ളിലേക്ക് കടത്തരുത്. കാരണം എന്താ? മറ്റുള്ളവൻ ഇവിടെ ഇല്ല. വിശ്വം ഏകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണച്ച. വിശ്വം മുഴുവൻ ഒരേ ഒരു ആത്മവസ്തുവേ ഉള്ളൂ. ഈ നിയമം തെറ്റിക്കരുത്, രണ്ടാമതൊരാൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നാണ്. രണ്ടാമത് ആളുകളോ അനേക കോടി ആളുകളോ ലോകത്തിലിരിക്കട്ടെ, പക്ഷെ ഉള്ളില് ചിത്തത്തിന്റെ മണ്ഡലത്തിലേക്ക് രണ്ടാമതൊരു വ്യക്തിയെ കടത്തരുത്. രണ്ടാമതൊരു വ്യക്തിയെ കടത്തുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എനിക്ക് നിങ്ങളിൽ ആരോടെങ്കിലും ബന്ധപ്പെടണമെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ വരണമെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും എൻ്റെ ഉള്ളിൽ കടത്തണമെങ്കിൽ ഒന്നിൽ നിങ്ങളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ വെറുക്കണം, കാമിക്കണം, അസൂയ വെക്കണം, ദ്വേഷപ്പെടണം. എന്തെങ്കിലും ഒരു വികാരം കൂടാതെ ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ സങ്കല്പ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. വികാരത്തോടുകൂടെ എന്ത് വസ്തുവിനെ ഉള്ളിൽ കൊണ്ടുവന്നാലും അതൊക്കെ അവിടെ ഇംപ്രഷൻ ഉണ്ടാക്കും, ചിത്തത്തിലേക്ക് കടക്കും. അപ്പോൾ അത് ഇംപ്രഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ, ഒന്ന് ഉള്ളിൽ കടക്കാതിരിക്കണമെങ്കിൽ എന്താ വഴി? ഈശാവാസ്യമിതം സർവം എന്ന് ഉപനിഷത്ത്. ജഗത്തിനെ മുഴുവൻ, സകല വസ്തുക്കളെയും, ഏതിനോടൊക്കെ രാഗം തോന്നുന്നുണ്ടോ, ഏതിനോടൊക്കെ വെറുപ്പ് തോന്നുന്നോ, അതിനെയൊക്കെ ഈശ്വരനെ കൊണ്ട് മൂടൂ എന്നാണ്. അതൊരു പ്രത്യേക വസ്തുവാണെന്നോ വ്യക്തിയാണെന്നോ കരുതാതെ അത് ആത്മവസ്തുവാണ്, അത് ബോധമാണ്. ഒരു സ്വർണം തന്നെ വളയും മാലയും മോതിരവും കിരീടവും ഒക്കെ ആവുന്ന പോലെ ബ്രഹ്മം സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ഇഷ്ടപ്പെട്ടവനായിട്ടും ഇഷ്ടപ്പെടാത്തവനായിട്ടും ജഗത്തിലെ സകല പദാർത്ഥങ്ങളായിട്ടും ബ്രഹ്മം തന്നെ പരിണമിച്ചിരിക്കുന്നു. കാണപ്പെടുന്നതും ഗ്രഹിക്കപ്പെടുന്നതും ഒക്കെ ബ്രഹ്മം തന്നെ. സർവം ഖലു ഇതം ബ്രഹ്മ. ഇതൊക്കെ ഭഗവത് സ്വരൂപം തന്നെ. ഇങ്ങനെ ധ്യാനിച്ച് 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 ഇപ്പൊ ബ്രഹ്മം എന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭഗവത് സ്വരൂപം എന്ന് പറഞ്ഞോളാം. യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണ. നാരായണ നാമം ജപിക്കുമ്പോൾ ഈ മന്ത്രം കൂടെ ഉള്ളിലെടുക്കണം. അപ്പൊ എന്താവും? മനസ്സ് ഒരിടത്തേക്ക് ചലിക്കില്ല. അഥവാ ചലിച്ചാൽ അതൊക്കെ നാരായണൻ തന്നെ. മനസ്സ് വളരെ ഇഷ്ടപ്പെട്ട ആരുടെ അടുത്തെങ്കിലും പോകുമ്പോൾ അയാളുടെ രൂപത്തിനെ മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട്, ഹേ നാരായണ, ഈ രൂപത്തിൽ നീ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. മനസ്സാരെങ്കിലും വെറുത്തിട്ട് അയാളുടെ അടുത്ത് പോയാൽ ഉടനെ മാനസികമായി അയാളുടെ രൂപം മുമ്പിൽ വരുമ്പോൾ നാരായണൻ ഈ രൂപത്തിൽ വന്നിരിക്കുന്നു. നാരായണൻ ആരാണ്? ആത്മാവാണ്. ആത്മാവിൽ നിന്നല്ലേ ഈ രൂപമൊക്കെ പൊന്തണത്. വെളിയിൽ അവരില്ലല്ലോ. ഹൃദയത്തിൽ നിന്നല്ല ഈ രൂപം പൊന്തണത്, നമ്മളുടെ ഉള്ളിലല്ലേ പൊന്തണത്. എവിടെ നിന്ന് പൊന്തി? ആത്മാവിൽ നിന്ന് പൊന്തി. ആത്മാവിൽ നിന്ന് പൊന്തിയത് ആത്മാവ് തന്നെ, ആത്മാവല്ലാതെ വേറെ ഒന്നുമല്ല.
ഇത് അറിഞ്ഞു ഉപാസിച്ചാൽ ക്രമേണ ചിത്തവൃത്തികളും സങ്കല്പങ്ങളും ഒക്കെ അടങ്ങും. ചിന്താമണി കൊണ്ട് തൊടുന്നതൊക്കെ സ്വർണമാവണ പോലെ ഈ ബ്രഹ്മവിദ്യ കൊണ്ട് സ്പർശിക്കപ്പെടുന്ന ചിത്തസങ്കല്പങ്ങളൊക്കെ തന്നെ ബോധമയമായി തീർന്ന് മനസ്സിന് സങ്കല്പിക്കാനുള്ള ശക്തി നഷ്ടപ്പെടും. കുറെ കഴിഞ്ഞാൽ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കാണുന്നതിനെയൊക്കെ ഈശ്വരനാണ് ഈശ്വരനാണെന്ന് ഓർത്തുപോകും. അങ്ങനെ ഓർത്തു പോകുമ്പോൾ സങ്കല്പിക്കാനുള്ള ശക്തി നഷ്ടപ്പെടും. ഈശ്വരൻ നിന്ന് അന്യമായ പദാർത്ഥം ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് പ്രത്യേക 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 സങ്കല്പം ഉണ്ടാവുന്നത്. ആ തത്വം തന്നെ മാറ്റി കഴിയുമ്പോൾ, മനസ്സ് ഈ അദ്വൈതമായ തത്വം അംഗീകരിച്ച് കഴിയുമ്പോൾ പിന്നെ നാമരൂപങ്ങളെ ഉണ്ടാക്കാതെ അടങ്ങിത്തുടങ്ങും, സങ്കല്പിക്കാതെ അടങ്ങിത്തുടങ്ങും. ചിത്തം പതുക്കെ പതുക്കെ ഒതുങ്ങി വരും. അപ്പോ ഈ അലച്ചൽ നിൽക്കും. ആരെക്കുറിച്ചും ചിന്തിച്ച് വിഷമിക്കില്ല, മനസ്സ് ദുഃഖിക്കില്ല. ഗതാസൂൻ അഗതാസൂംശ ന അനുശോചന്തി പണ്ഡിതാഹ. അറിവുള്ളവരുടെ ലക്ഷണം അവര് മനസ്സിനെ ചലിപ്പിച്ച് ദുഃഖിപ്പിക്കില്ല, വിഷമിപ്പിക്കില്ല. ഇത് പറഞ്ഞ് ആത്മതത്വം പ്രകാശിപ്പിച്ചു. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവന ഭവിഷ്യാമഹ സർവേ വയം അതഃപരം. അത് ഞാൻ ഇന്നലെ പറഞ്ഞു. 3 മഹാവാക്യങ്ങളുടെ പൊരുൾ ഈ ശ്ലോകത്തിൽ അടങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ ഇല്ലാത്ത ഒരു സമയമുണ്ടായിരുന്നില്ല, നീ ഇല്ലാത്ത ഒരു കാലവുമില്ല, ഈ കാണുന്നവരാരും ഇല്ലാതെ ഇരുന്നിട്ടില്ല. എല്ലാവരും ആത്മസ്വരൂപേണ സദാ ഉണ്ടായിരുന്നു. ഞാനില്ലാത്തൊരു കാലമില്ല. നത്വേവ അഹം ജാതു ന ആസം കിന്തു ആസമേവ. ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ആത്മസ്വരൂപേണ സദാ ഉണ്ടായിരുന്നു, ശാശ്വതമായി ഉള്ള വസ്തുവായിരുന്നു. നത്വം, നീയും സദാ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. ഇമേ ജനാധിപാഹ, ഈ രാജാക്കന്മാരും എപ്പോഴും ഉണ്ടായിരുന്നു, ഇനി ഒരിക്കലും ഇല്ലാതാവില്ല. ആത്മസ്വരൂപേണ നിത്യമാണ് നമ്മളുടെ സ്വരൂപം എന്ന് ബോധിപ്പിച്ചു. ഇത് കഴിഞ്ഞ് ഭഗവാൻ ദേഹി ദേഹം എന്നുള്ള വിഭാഗത്തിലേക്ക് വരികയാണ്. വേദാന്തത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. പ്രപഞ്ചം മുഴുവൻ അന്വേഷിച്ചാൽ 2 പദാർത്ഥങ്ങളെ കാണുകയുള്ളൂ. ഒന്ന് ജഡം, ഒന്ന് ചൈതന്യം. ജഡവും ചൈതന്യവുമായിട്ടെല്ലാം പിരിഞ്ഞു കാണപ്പെടുന്നു. ദൃക്കും ദൃശ്യവും, ജഡവും ചൈതന്യവും, വിഷയവും വിഷയിയും, ഇങ്ങനെ 2ആയിട്ട് പിരിഞ്ഞു കാണുന്നു. ഇതിനെ ദേഹം ദേഹി എന്ന് പറയാം. ദേഹത്തിൽ ഉള്ളത് ദേഹി. അടുത്ത ശ്ലോകം നോക്കുക, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചൊല്ലാം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാം തഥാ ദേഹാന്തരപ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനഃ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിഃ ധീരഃ തത്ര ന മുഹ്യതി. ശ്ലോകം എടുത്തിട്ട് ആദ്യം നട്ടും ബോൾട്ടും ഒക്കെ അഴിച്ചു മാറ്റാം. അന്വയമൊക്കെ പിന്നെ ആദ്യം അസ്ക്രൂവൊക്കെ അഴിച്ചു മാറ്റിയാൽ വ്യക്തം. അസ്മിൻ ദേഹേ, ഈ ശരീരത്തിൽ. ദേഹം എന്ന് പേര് വന്നു കാരണം എന്താ? ദഹിച്ചു പോണത് എന്നർത്ഥം. എന്തെങ്കിലുമൊക്കെ വിറകിൽ വെച്ച് കത്തിക്കാൻ പോണതാണ് ദേഹം. ദഹ്യതേ ഇതി ദേഹഃ. ശരീരം എന്ന് എന്തുകൊണ്ട് പേര് വന്നു? ശീര്യതേ ഇതി ശരീരം. ക്ഷയിച്ചു പോണത് ശരീരം, ക്ഷയിച്ചു പോണത്. ദഹ്യതേ ഇതി ദേഹഃ, ശീര്യതേ ഇതി ശരീരം. ഈ ദേഹത്തിൽ വസിക്കുന്നവൻ ദേഹി. 2 വ്യക്തമായിട്ട് അറിയപ്പെടുന്നു അല്ലേ? ഭഗവാൻ രമണ മഹർഷിക്ക് മരണാനുഭവം ഉണ്ടായി. എന്നുവെച്ചാൽ അദ്ദേഹം 16 വയസ്സിൽ ചെറിയച്ഛൻ്റെ വീട്ടിലിരിക്കുമ്പോൾ, ഇതൊക്കെ ഞാൻ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞു,
അദ്ദേഹം ചെറിയച്ഛൻ്റെ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം തോന്നി, ഞാൻ മരിക്കാൻ പോകണു എന്ന് തോന്നി. ഉടനെ നീണ്ടു നിവർന്ന് കിടന്നു മരണത്തിനെ അഭിനയിച്ചു. ശരീരം ഇതാ ജഡമായിരിക്കുന്നു. ശരിക്കും മരണം വന്നു എന്നാണ്. ശരീരം വിറങ്ങലിച്ചു പോയി. ശരീരം ഇതാ ജഡമായിരിക്കുന്നു. മരണം അരിച്ചു കയറുന്നതായിട്ട് തോന്നി അദ്ദേഹത്തിനാണ്. ശരീരം ജഡമായിരിക്കുന്നു. ഈ ശരീരത്തിനെ എടുത്തുകൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളയും. ശരീരം കത്തിച്ചാരമാവുമ്പോൾ ഞാൻ ഇല്ലാതാവുന്നുണ്ടോ, ഈ ശരീരമാണോ ഞാൻ എന്ന് ആഴ്ന്ന് ചിന്തിച്ച്, ഈ ശരീരം ഞാനല്ല, ശരീരം കത്തിച്ചാരമാവുമ്പോഴും ശരീരത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി വ്യക്തിബോധം എൻ്റെ ഉള്ളില് ഞാൻ 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 എന്ന് പ്രത്യേകിച്ച് ശക്തിമത്തായിട്ട് ജ്വലിക്കണം. ഉജ്ജ്വലമായിട്ട് ഞാൻ ഞാൻ എന്നുള്ളത് ദേഹത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഹൃദയത്തിൽ അനുഭവപ്പെടുന്നു. അപ്പോൾ ഞാൻ ദേഹമല്ല, ദേഹത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വസ്തുവാണ്. അപ്പോൾ ഈ ഞാൻ ആരാണ് എന്ന് ആഴ്ന്ന് അന്വേഷിച്ച് മനസ്സ് ഹൃദയത്തിൽ ആഴ്ന്ന് മുങ്ങി. അന്വേഷിച്ച് ചെന്നപ്പോൾ ഹൃദയസ്ഥാനത്തിൽ നിന്നും മറ്റൊന്ന് ആ മനസ്സിനെ പിടിച്ച് ആകർഷിച്ച് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ്. മനസ്സവിടെ ഇല്ലാതായി തീർന്നു. അവിടെ ഞാൻ എന്നുള്ള അഹങ്കാരത്തിൻ്റെ സ്ഥാനത്ത് അഖണ്ഡമായ ചിദാകാശം സ്വരൂപം പ്രകാശിച്ചു. അപ്പൊ ദേഹം ഞാനല്ല, ദേഹിയാണ് ഞാൻ എന്നുള്ളത് ആദ്യമേ വ്യക്തമായി. ആദ്യത്തെ സ്റ്റെപ്പിൽ ദേഹം വേറെ, ദേഹി വേറെ, ഞാൻ വേറെ, എൻ്റെ ദേഹം വേറെ. ദേഹത്തിന് എന്തൊക്കെ ഭാവങ്ങളുണ്ട്? കൗമാരം, യൗവനം, ജര. ഭഗവാൻ പറഞ്ഞു കൗമാരം, യൗവനം, ജര. ഇത് മാത്രമല്ല, ഗർഭത്തിൽ കിടക്കുമ്പോൾ ഉള്ള ഭാവം. ഭാഗവതത്തിൽ കപില ഭഗവാൻ ഈ ഗർഭത്തിൽ ശിശു വളരണതിനൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസം രാത്രി കൊണ്ട് അത് വളരെ ചെറുതായ രൂപത്തിൽ വരും. പഞ്ചരാത്രേണ ബുദ്ബുദ്ധം, 5 രാത്രി കൊണ്ട് ഒരു കുമള പോലെ വരും. ദശാഹേനതു കർക്കന്ധൂഹു, 10 ദിവസം കഴിയുമ്പോൾ ഒരു പഴം. ഒരു മാസം കഴിയുമ്പോഴേക്കും പതുക്കെ അതിന് ഓരോന്നായിട്ട് വരുന്നു. പതുക്കെ പിന്നെ തല, കയ്യ്, കാല് ഇങ്ങനെ വളർന്ന് 7ാമത്തെ മാസം ആവുമ്പോൾ ജീവാനുപ്രവേശം ഉണ്ടാവണം. അതുകൊണ്ടാണ് സീമന്തകർമ്മം ചെയ്യും. അപ്പോൾ ജീവാനുപ്രവേശം ഉണ്ടായി ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. അപ്പൊ ഗർഭത്തിൽ ഉണ്ടാവുന്ന ഒരവസ്ഥ, ഗർഭത്തിൽ ആദ്യം പാത്രം ഉണ്ടാവും, പിന്നെ ജീവൻ പ്രവേശിക്കും. ഗർഭത്തിലുണ്ടാവുന്ന അവസ്ഥ, പിന്നെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്ന അവസ്ഥ, പിന്നെ വളരുന്ന അവസ്ഥ, പരിണമിക്കുന്ന അവസ്ഥ, ക്ഷയിക്കുന്ന അവസ്ഥ, നശിക്കുന്ന അവസ്ഥ, ഡിസിൻറ്റഗ്രേഷൻ. ലാസ്റ്റിൽ ജായത്തെ, അസ്ഥി, വർദ്ധത്തെ, വിപരിണമത്തെ, അപക്ഷീയത്തെ, വിനശ്യത്തി. 6 ഭാവവികാരങ്ങൾ, ഷഡ്ഭാവവികാരങ്ങൾ എന്ന് പറയും. ഇതൊക്കെ ദേഹത്തിനുണ്ട്. പ്രഹ്ലാദനും ഈ ഉപദേശമാണ് നാരദൻ കൊടുക്കുന്നത്. ഈ ദേഹം വേറെ, ആത്മാ വേറെ. അപ്പൊ ശരീരം ഈ വികാരങ്ങളിലൂടെ ഒക്കെ കടന്നു പോകണം. പക്ഷേ ഞാൻ വികാരപ്പെടാതെ നിൽക്കുന്നു. വികാരിണാം സർവവികാരവേത്ത നിത്യാവികാരോ ഭവിതും സമർഹതി. ശരീരിണാം സർവവികാരവേത്ത, എല്ലാ വികാരങ്ങളെയും അറിയുന്നവൻ, പക്ഷെ ഒരു വികാരവും ഇല്ലാതെ നിൽക്കുന്നവൻ. അസ്തി കശ്ചിത് സ്വയം നിത്യം അവസ്ഥാത്രയലംബനഃ. അവസ്ഥാത്രയ സാക്ഷിയായിട്ട് ഒരു വസ്തു നിന്ന് എല്ലാ വികാരങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നു, സ്വയം വികാരപ്പെടാതെ നിൽക്കണു. അപ്പോ ശരീരം ജനിച്ചു. എപ്പോഴുമുള്ള ഉദാഹരണം, കുട്ടിയുടെ ചോറൂണ് സമയത്ത് വീഡിയോക്കാരനെ കൊണ്ടുവന്ന് വീഡിയോ എടുത്തു. ആ കുട്ടി വളർന്ന് വലുതായി ഷഷ്ടിപൂർത്തി സമയത്ത് ചോറൂണിൻ്റെ വീഡിയോ ഇട്ടു. അപ്പോ ഇദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളൊക്കെ പറഞ്ഞു, അയ്യേത് മുത്തശ്ശനേ അല്ല എന്ന് പറഞ്ഞു. മുത്തശ്ശൻ ആള് വലിയ ആളായിട്ട് കുടവയറും ഒക്കെ ആയിട്ട് തല കഷണ്ടിയായിട്ട് ഇരിക്കുമ്പോൾ ഇവിടെ പല്ല് പോലും മുളയ്ക്കാത്തൊരു കൊച്ചുകുട്ടി ക്വാ ക്വാ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കണം. ഇത് ഞാനാണെന്ന് മുത്തശ്ശൻ പറയണു. എങ്ങനെ വിശ്വസിക്കും എന്നാണ്. അപ്പൊ മുത്തശ്ശൻ എന്തു പറയും? അതേ, ശരീരമൊക്കെ മാറി,
കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ആ ശരീരമേ ഇപ്പൊ ഇല്ല. ശരീരമൊക്കെ മാറി, പക്ഷെ അതേ ഞാൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അല്ലേ? ശരീരം മാറി, 7 വർഷം കഴിഞ്ഞാൽ ശരീരം മാറി. ഓരോ കോശവും മാറണമെന്നാണ്. ഓരോ 7 വർഷം കഴിയുമ്പോൾ ഓരോ കോശങ്ങളൊക്കെ മാറിപ്പോകുന്നു. ഇപ്പൊ ശരീരം അപ്പിടി മാറി. ഓരോ അംഗങ്ങളും വളരുന്നു, ക്ഷയിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു സെൽസൊക്കെ. അപ്പൊ പഴയ ശരീരമേ ഇല്ല എന്ന് പറയേണ്ടി വരും. ശരീരമേ മാറി. അപ്പോൾ ശരീരം മാറി, പക്ഷെ ആള് മാറിയോ? ആള് മാറിയാ അറിയുകയില്ല അല്ലേ? 3-ാം വയസ്സിൽ ഒരു കുട്ടി 30-ാമത്തെ വയസ്സിൽ ഇല്ലെങ്കിൽ അച്ഛനെയും അമ്മയും കണ്ടാൽ അറിയില്ല, ആള് വേറെയാണെങ്കിൽ. അപ്പൊ ശരീരം മാറി, പക്ഷെ അതേ ഞാൻ തന്നെയാണ്. മനസ്സും മാറി, പക്ഷെ അതേ ഞാൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ബുദ്ധിയും മാറിക്കൊണ്ടേയിരിക്കുന്നു, ഞാൻ മാറണില്ല. അത് മാസാബ്ദ യുഗ കൽപ്പേഷു ഗതാഗമ്യേഷു. മാസം, അബ്ദം, യുഗം, കൽപ്പം ഒക്കെ കഴിഞ്ഞാലും ഒക്കെ വന്നും പോയും കൊണ്ടിരുന്നാലും ഈ സംവിത്തിനെ ആശ്രയിച്ചിട്ടുള്ള ജ്ഞാനം നിത്യമാണ്. ഈ സംവിത്ത് മാറാതെ നിൽക്കണു. ഇതൊക്കെ വികാരപ്പെട്ട് വരുമ്പോഴും സംവിത്ത് എന്ന് വെച്ചാൽ ഈ ഞാൻ എന്നുള്ള പ്രജ്ഞ, അനുഭവം അല്ലേ? നമ്മളുടെയൊക്കെ അനുഭവമാണത്. ഇതിന് യുക്തി ചിന്തയല്ല, ഇൻറ്റ്യൂഷനാണ്. എല്ലാവരുടെ ഉള്ളിലുള്ള ഇൻറ്റ്യൂഷനാണത്. ഞാൻ മാറാതെ നിൽക്കണു. ഞാൻ അതേ ആള് തന്നെ. 3 വയസ്സിൽ ഏത് ഞാനോ ആ ഞാൻ തന്നെയാണ് 80 വയസ്സിലും 90 വയസ്സിലും. ശരീരം മാറി, മനസ്സ് മാറി, ബുദ്ധി മാറി. ഇതിൽ നിന്ന് തന്നെ തെളിയുന്നു ഞാൻ മാറാതെ നിൽക്കണു. പക്ഷെ ദേഹത്തിന് കൗമാരം, യൗവനം, ജര, ഈ അവസ്ഥകളൊക്കെ മാറി 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 വരുന്നു. പക്ഷേ ആത്മാവായ എനിക്ക്, അതായത് സാക്ഷിയായ എനിക്ക്, ഇതിനെയൊക്കെ കണ്ട് വികാരപ്പെടാതെ നിൽക്കുന്ന എനിക്ക് യാതൊരു മാറ്റമില്ല. സത്യമല്ലേ? നമ്മളുടെയൊക്കെ അനുഭവമല്ലേ? അപ്പൊ ഈ ദേഹം ഞാനല്ല, ശരീരം ഞാനല്ല, ഇത് തികച്ചും സത്യം. ഈ ഒരു സത്യം സ്വീകരിച്ചാൽ സാക്ഷാത്കാരം ഉണ്ടായിപ്പോവും. സാക്ഷാത്കാരത്തിന് വിഷമമേ ഇല്ല. കാരണം സാക്ഷാത്തായിട്ട് ആത്മാവുണ്ട്, അതിനെ കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്താ കുഴപ്പം? ദേഹത്തിനെ ഞാനെന്ന് കരുതിയിരിക്കണം. ബേസിക്കായിട്ട് 3 കാര്യം സ്വീകരിച്ചാൽ സാക്ഷാത്കാരം ഉണ്ടാവും. എന്താ 3 കാര്യം എന്ന് വെച്ചാൽ, ദേഹം ഞാനല്ല, ദേഹം എൻ്റേതല്ല, ദേഹം എനിക്ക് വേണ്ടിയല്ല. ഈ 3 അങ്ങോട്ട് സ്വീകരിച്ചാൽ അവിദ്യയെ കടന്നു. ഈ 3 അജ്ഞാനം നിൽക്കുന്നത്. ശരീരം ഞാനാണെന്നുള്ളത് ആദ്യത്തെ തെറ്റിദ്ധാരണ. പിന്നെ ശരീരം എൻ്റെ ആണെന്നുള്ള ധാരണ. ശരീരം എൻ്റെ ആണെങ്കിൽ അതിനെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ വഴങ്ങും. പക്ഷെ വഴങ്ങില്ലല്ലോ. എൻ്റെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച ഒരു മാവ്, ആ മാവ് എങ്ങനെ വളരണമോ അതിൽ എങ്ങനെ കൺട്രോൾ എനിക്കില്ലയോ, അത് കായ്ക്കുകയോ കായ്ക്കാതിരിക്കുകയോ പഴുക്കുകയോ പഴുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും. അതിൽ എനിക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല. ആ മാവ് നട്ടുപിടിപ്പിച്ചിട്ട് അതിലൊരു സ്വാതന്ത്ര്യവും എനിക്കില്ലാത്തതുപോലെ ആ മാവിനോട് എത്ര സ്വാതന്ത്ര്യമുണ്ടോ അത്രേ എനിക്ക് എൻ്റെ ശരീരത്തിലുള്ളൂ. ഇതാണ് സത്യം, ഫാക്ട്. പക്ഷെ ശരീരം നുള്ളിയാ വേദനിക്കുമല്ലോ, മാവിനെ നുള്ളിയാ വേദനിക്കില്ലല്ലോ എന്ന് ആളുകൾ പറയും. മാവിനോട് ഞാൻ ഡീപ്പായിട്ട് അറ്റാച്ച്ഡ് ആയാൽ, മാവിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ഒരു പക്ഷേ ആത്മഹത്യ തന്നെ ചെയ്തു എന്ന് വരും. അപ്പോ അറ്റാച്ച്മെന്റ് കാരണം മാവിനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ദുഃഖിക്കും. അതേപോലെ ഈ ശരീരത്തിനോട് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള അറ്റാച്ച്മെന്റ് കാരണമാണ് ദുഃഖിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ശരീരത്തിനോടുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ എളുപ്പത്തിൽ പോകും. മനുഷ്യന് ഉറങ്ങുമ്പോൾ തന്നെ അറിയണില്ല, അല്പം ഒരു ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ തന്നെ ശരീരത്തിനോടുള്ള ബന്ധം പോണു. പിന്നെന്താ? അപ്പൊ വലിയൊരു ബന്ധമൊന്നും ആർക്കും ദേഹത്തിനോടില്ല. പക്ഷെ സ്വപ്നത്തിൽ കാണുമ്പോൾ ചിലപ്പോ ദേഹത്തിൽ ഐഡന്റിഫിക്കേഷൻ, സ്വപ്നത്തിൽ കാണുന്ന ആളുമായിട്ട് ഐഡന്റിഫിക്കേഷൻ വരണ പോലെ ഈ ജാഗ്രതയിൽ കാണുന്ന ഈ ദേഹത്തിലും ഒരു ഐഡന്റിഫിക്കേഷൻ വന്നിരിക്കണം. ഇതറിഞ്ഞാൽ മതി. ദേഹം ഞാനല്ല എന്നുള്ള സത്യത്തിനെ സ്വീകരിക്കുക ആദ്യം. അപ്പൊ പറയണമല്ലോ, യുക്തി വിചാരമൊന്നും വയ്യെങ്കിൽ സ്വീകരിച്ചാലും മതി. ദേഹം ഞാനല്ല, ദേഹം എൻ്റെയും അല്ല എന്ന് വെച്ചാൽ ദേഹത്തിൽ എനിക്ക് കൺട്രോൾ ഇല്ല എന്നർത്ഥം. അത് എൻ്റെ നിയന്ത്രണത്തിലുള്ള വസ്തുവല്ല. അത് സ്വയമേവ വളർന്നു, സ്വയമേവ ജനിച്ചു, സ്വയമേവ വളർന്നു, സ്വയമേവ മരിക്കും. അത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ല ജനിച്ചത്, എൻ്റെ ഇഷ്ടത്തിനല്ല വളരണത്. തടി വെക്കണ്ടെന്ന് വെച്ചാൽ തടി വെക്കണു, മെലിയണമെന്ന് വിചാരിച്ചാൽ മെലിയണില്ല, തടി വെക്കണമെന്ന് വിചാരിച്ചാൽ തടി വെക്കണില്ല.
സൗന്ദര്യം വേണമെന്ന് വെച്ചാൽ സൗന്ദര്യം പോണു. കറുത്ത ആള് വെളുക്കണം എന്ന് വിചാരിക്കണു, സാധിക്കണില്ല. തലമുടി വേണമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് നോക്കണു, അവസാനം വട്ടത്തില് തെളിഞ്ഞു വരണു. ഒന്നിലും നിയന്ത്രണമില്ല അല്ലേ? അതൊരു സ്വതന്ത്ര വസ്തു ദേഹം. അപ്പൊ അതിനോടുള്ള പിടി വിടുക എന്നാണ് ഭഗവാൻ പറയണത്. പിടി അങ്ങോട്ട് വിടുക. ഭാഗവതത്തിലെ പ്രസിദ്ധമായ ഒരു ഗുരു പരുന്ത് മാംസകഷ്ണവും കൊണ്ട് ആകാശത്തിൽ പറന്നു. കാക്കകൾ ഓടിച്ചോടിച്ചോടിച്ചോടിച്ചു കൊത്തി. പരുന്ത് തെങ്ങിന്റെ മേലെ കയറിയിരുന്ന കാക്കകൾ കൊത്തും, പനയുടെ മേലെ കയറിയിരുന്ന കാക്കകൾ കൊത്തും, ഗോപുരത്തിലിരുന്ന കാക്കകൾ കൊത്തും. അവസാനം പരുന്ത് ആ മാംസത്തിന്റെ മേലുള്ള പിടി ഇങ്ങോട്ട് വിട്ടപ്പോ കാക്കകൾ ഈ പരുന്തിനെ വിട്ട് മാംസത്തിന്റെ അടുത്തേക്ക് പോയി. ഇത് കഥ. ഇതിലെന്താണ് ഉണ്മാന്ന് വെച്ചാൽ ഈ ശരീരമാവുന്ന മാംസത്തിനോടുള്ള ആസക്തി കാരണം ദുഃഖങ്ങളാവുന്ന കാക്കകൾ ഓടിച്ചോടിച്ചോടിച്ചു കൊത്തിക്കൊണ്ടേയിരിക്കണം. ഇതിനോടുള്ള പിടി വിട്ടാൽ, ഇത് ഞാനൽ പിടി വിടുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വെട്ടിമുറിച്ച് കളയാൻ പറ്റുമോ? അല്ല ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. അതിനെ ഭംഗിയായിട്ട് നോക്കിക്കൊള്ളുക, അതിൽ അറ്റൻഷൻ വീഴാത്ത വിധത്തിൽ കഴിയുന്നത് നോക്കിക്കൊള്ളുക. നമ്മളുടെ വീട്ടിൽ ഒരു കാർ ഉണ്ടെങ്കിൽ തുടച്ചു വെക്കില്ലേ, പെട്രോൾ ഒഴിക്കില്ലേ, എല്ലാം ചെയ്യും. പക്ഷെ അതിന് കാറിനെ എപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണോ? കാറിൽ കാക്ക കാഷ്ടിച്ചാൽ 2 ദിവസം കരയണോ? ഒന്നും വേണ്ട. കാറ് ഞാനല്ല, അറിഞ്ഞു. എന്തെങ്കിലും സംഭവിച്ചാൽ തുടച്ച് വൃത്തിയാക്കി വെക്കും, പെട്രോൾ ഒഴിക്കും, ഒക്കെ ചെയ്യും. അതിന് ഐഡന്റിഫിക്കേഷൻ ഒന്നും വേണ്ട. അപ്പൊ ദേഹം ഞാനല്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ജ്ഞാനം ഉണ്ടായിപ്പോവും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജ്ഞാനം സ്വതസിദ്ധമാണ്. മരിക്കില്ല എന്ന് എല്ലാവർക്കും തോന്നുന്നു. എല്ലാവർക്കും മടി പിടിച്ചിരിക്കാൻ ഇഷ്ടമാണ്. ഇതിനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ദുർഗുണം എന്ന് ആളുകളുടെ വിളിക്കണ്ടല്ലോ. ഈ ദുർഗുണങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എല്ലാവർക്കും മടി പിടിച്ചിരിക്കാൻ, നല്ല മഴയത്ത് സുഖമായിട്ട് ഒന്നും പണി പറഞ്ഞാൽ പേടി തോന്നും, പണി പറഞ്ഞാൽ ദേഷ്യം വരും, പണി ചെയ്യാൻ വയ്യ, വെറുതെ ഇരിക്കാൻ ഇഷ്ടം. പിന്നെ എന്താ, നമ്മളെ പുകഴ്ത്തുന്നത് ഇഷ്ടം. ആളുകൾ പുകഴ്ത്തിയാൽ നല്ല സുഖം തോന്നും. അതുപോലെ എത്ര കിട്ടിയാലും പോരാ. ആരെങ്കിലും നമ്മളുടെ സ്വാതന്ത്ര്യത്തിനെ ഒന്ന് തടസ്സം ചെയ്താൽ ദേഷ്യം വരും. ഇതിനൊക്കെ കാരണം എന്താന്ന് വെച്ചാൽ, മരിക്കുമെന്ന് തോന്നണേ ഇല്ല. ഇതിനൊക്കെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ സ്വരൂപം. ഇപ്പൊ ആ വിളക്ക് ഈ കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പ്രകാശിക്കണ പോലെ നമ്മളുടെ സ്വരൂപം ദേഹത്തിലൂടെ പുറത്തേക്ക് പ്രകാശിക്കാം. ഇപ്പൊ ദേഹവുമായിട്ട് ഒന്നുകൂടി കുഴഞ്ഞിരിക്കണം. ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ട് ഈ ലക്ഷണങ്ങളൊക്കെ ഒന്ന് നോക്കൂ. ദേഹത്തിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. ദേഹത്തിലല്ല, സ്വരൂപത്തിൽ ഒന്നും ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ കർത്തൃത്വമില്ലാതിരിക്കുക എന്നർത്ഥം. മരണമില്ലാതിരിക്കുക. ദേഹത്തിനല്ല, ഉള്ളില് ചേരും. ജ്ഞാനം മരണമില്ലാത്ത ആത്മാവാണ് ഞാൻ, ധ്യാനിക്കൊന്നും വേണ്ട. എല്ലാവർക്കും അറിയാം മരണമില്ല എന്നുള്ളത്. ശരീരം അല്ല ഉദ്ദേശിക്കണതെന്ന് മാത്രം മനസ്സിലായാൽ മതി. ശരീരത്തിനെ അല്ല ഉദ്ദേശിച്ചതെന്ന് മാറ്റിവെച്ചാൽ തന്നെ മരണമില്ലാത്ത ആത്മാവാണെന്നുള്ള അറിവ് സ്വതസിദ്ധമായി നമ്മളുടെ ഉള്ളിലുണ്ട്. കൊണ്ടുവരുമൊന്നും വേണ്ട. അത് ശരീരത്തിൽ കൂടി കുഴഞ്ഞിരിക്കണം. ശരീരത്തിനെ അല്ല ഉദ്ദേശിച്ചതെന്ന് അറിഞ്ഞാൽ മതി. പിന്നെ മടി പിടിച്ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. അതിലും ദേഹത്തിനെ ഒന്ന് മാറ്റിയാൽ കർത്തൃത്വരഹിതമായ സ്ഥിതിയാണ് എൻ്റെ സ്ഥിതി, അറിഞ്ഞാൽ മതി. ശരീരം കൊണ്ട് പ്രവൃത്തിയൊക്കെ നടക്കട്ടെ, പക്ഷെ കർത്തൃത്വരഹിതമായ സ്ഥിതി ഉള്ളിൽ. അതുപോലെ എത്ര കിട്ടിയാലും പോരാ. കാരണം എന്താ? പ്രപഞ്ചം മുഴുവൻ ഞാനാണ്, എല്ലാം എൻ്റെയാണ്, അറിഞ്ഞാൽ മതി ഉള്ളുകൊണ്ട്. എല്ലാത്തിലും നോക്കിയാൽ നമ്മളുടെ സ്വരൂപം പ്രകാശിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഡിസ്റ്റോർഷൻ വന്നു പോയിരിക്കണു ദേഹം കൊണ്ട്. ഭഗവാൻ അതിനെ എടുത്തു മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദേഹത്തിനെ അറിയൂ. എന്താ അറിയേണ്ടത്? ഈ ദേഹത്തിന് ജനനം ഉണ്ടായി, കൗമാരം എന്നൊരവസ്ഥയുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ യൗവനത്തിളപ്പ് വന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ വാർദ്ധക്യം വന്നു. ഇതൊക്കെ നമ്മൾ സ്വീകരിക്കണം അല്ലേ? ജര വന്നു. ചെറിയ കുട്ടിയായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ യൗവാവായി. പ്രൗഢോഹം യൗവനസ്ഥോ വിഷയവിഷധരൈ പഞ്ചഭിർമർമ്മസന്തോ ദഷ്ടോ നഷ്ടോ വിവേക സുതധനയുവതീ സ്വാദ്വസൗഖ്യേ നിഷണ്ണഃ ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഹോ മാനഗർവാധിരൂഢം ക്ഷന്തവ്യോ മേ അപരാധഃ ശിവ ശിവ ശിവഭോ ശ്രീ മഹാദേവ ശംഭോ. യൗവനത്തില് അഹങ്കാരത്തോടെ ഇരിക്കണമെന്നാണ് ജീവൻ. പ്രൗഢൻ, യൗവനനായി, യുവാവായി. യൗവനത്തിളപ്പ് കുറച്ച് കഴിയുമ്പോഴേക്കും വാർദ്ധക്യം. പല്ലൊക്കെ കൊഴിഞ്ഞു പോവാൻ തുടങ്ങി, തലയൊക്കെ നരയ്ക്കാൻ തുടങ്ങി,
അല്ലേ? വാർദ്ധക്യം വന്നു. കുറെ കഴിഞ്ഞാൽ അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപിന മുഞ്ചതി ആശാപിണ്ഡം ഭജ ഗോവിന്ദം. ഈ അവസ്ഥകൾ മാറി മാറി വരുന്നു. ഇതൊക്കെ അവസ്ഥയാണ്. ആത്മസാക്ഷാത്കാരം അവസ്ഥയല്ല. അവസ്ഥയാണെങ്കിൽ അത് മാറിപ്പോകും. സാക്ഷാത്കാരം അവസ്ഥയല്ല, അത് സ്ഥിതിയാണ്, സ്വരൂപമാണ്. അത് എപ്പോഴും ഉള്ളതാണ്, പുതിയതായിട്ട് വരേണ്ടതല്ല, കിട്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ ആണ്. ബാക്കിയൊക്കെ അവസ്ഥയാണ്, ശരീരത്തിൻ്റെ അവസ്ഥയാണ്. കൗമാരം, യൗവനം, ജര, വാർദ്ധക്യം എന്ന് പറയണതൊക്കെ. ഇതിനെയൊക്കെ നമ്മൾ സ്വീകരിക്കണം. വാർദ്ധക്യത്തിനെ സ്വീകരിക്കില്ല ചിലര്, സ്വീകരിക്കാതിരിക്കാൻ ശ്രമിച്ചു നോക്കും, പക്ഷെ അവസാനം സ്വീകരിക്കേണ്ടി വരും, അല്ലേ? യൗവനത്തിനെ എല്ലാവരും സ്വീകരിക്കും. പാടിപ്പുകഴ്ത്തുന്നത് മുഴുവൻ യൗവനത്തിനെയാണ്. എല്ലാ നാടകങ്ങളിലും കവിതകളിലും കാവ്യങ്ങളിലും സിനിമകളിലും അഡ്വർടൈസ്മെൻറ്റും ഒക്കെ യൗവനത്തിനെയാണ്. അവരൊക്കെ കാണിക്കുന്നത് കണ്ടാൽ ഈ ഒരു അവസ്ഥയേ ഉള്ളൂ മനുഷ്യനെന്ന് തോന്നും. വൃദ്ധന്മാർ പാവം കുറച്ച് കഴിഞ്ഞ് വയസ്സാവുമ്പോൾ അവരും യുവാവാൻ വല്ല വഴിയുണ്ടോ നോക്കുക. തലയൊക്കെ കറുത്ത ചായം തേച്ച് നോക്കും, ഒന്നും രക്ഷയില്ല. കുറച്ച് കഴിഞ്ഞാൽ ഈശ്വരൻ ഒന്നുകൂടെ കളിയാക്കും, അതൊക്കെ പോവും. പിന്നെന്ത് ചെയ്യും? വായിൽ പല്ലൊക്കെ പോകും, തോലൊക്കെ ചുളുങ്ങി പോവും, യൗവനം നഷ്ടപ്പെട്ടു പോകും. വാർദ്ധക്യം വരും പതുക്കെ. യൗവനം, ജര. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും, അല്ലേ? നിവൃത്തിയില്ലാതെ വരുമ്പോൾ സ്വീകരിക്കും. ജര, വാർദ്ധക്യത്തിനെ സ്വീകരിക്കും. വൃദ്ധനായിട്ടിരിക്കും. വാർദ്ധക്യത്തിനൊരു അഴകുണ്ട്, അതിനൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം അറിഞ്ഞാൽ നമ്മൾ വാർദ്ധക്യത്തിനെ തള്ളിമാറ്റാനൊന്നും ശ്രമിക്കില്ല. യൗവനത്തിന് എന്തുണ്ടോ, കൗമാരത്തിന് എന്തുണ്ടോ, അതേപോലെ വാർദ്ധക്യത്തിനും ഒരു അഴകുണ്ട് ശരിക്കും ജീവിക്കുകയാണെങ്കിൽ. വാർദ്ധക്യത്തിൽ പോയിട്ട് ചെറുപ്പക്കാരനായിട്ട് വേഷം കെട്ടിയാൽ ഏച്ചുകൂട്ടിയാൽ മുഴച്ചു നിൽക്കും, അത് ഭംഗിയുണ്ടാവില്ല. അപ്പോൾ വാർദ്ധക്യത്തിനെ കുറച്ച് അക്സെപ്റ്റൻസ്, എന്തെന്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു അതൊക്കെ നമുക്ക് സന്തോഷം തരും. എന്തെന്തിനെ നമ്മൾ നിഷേധിക്കുന്നു അതൊക്കെ നമുക്ക് ദുഃഖം തരും. ഇപ്പോൾ വാർദ്ധക്യത്തിനെ നിഷേധിക്കാൻ ശ്രമിച്ചാൽ ഉള്ളിൽ ദുഃഖമായിരിക്കും എപ്പോഴും. വാർദ്ധക്യവും ഒരു നല്ല അവസ്ഥയാണ്. എല്ലാം കഴിഞ്ഞിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്. തപസ്സുള്ളവർക്ക് വാർദ്ധക്യമാവും തോറും സൗന്ദര്യം കൂടും എന്നാണ്. ശബരിയെക്കുറിച്ച് ശ്രീരാമൻ രാമായണത്തിൽ പറയും. ശൂർപ്പണക അഴക് വേഷം കെട്ടി വന്ന് നിന്നു സൗന്ദര്യത്തോടെ, അല്ലേ? ശൂർപ്പണക വേഷം കെട്ടി വന്ന് നിന്നപ്പോൾ ഭഗവാൻ ചിരിച്ചു. ഉള്ള വേഷമൊക്കെ കെട്ടി വന്നു. ശൂർപ്പ നഖ എന്ന് വെച്ചാൽ നീളമുള്ള നഖമുള്ളവൾ. ധാരാളം നഖമൊക്കെ വളർത്തി, തലമുടിയൊക്കെ ചീകി മിനുക്കി, ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട്, മുഖത്ത് ചായയും ഒക്കെ തേച്ച് വന്ന് നാണം കുടുങ്ങി നിന്നു. ഭഗവാന് അത് കണ്ടപ്പോൾ പരിഹാസമാണ് തോന്നിയത്. അതേ ഭഗവാൻ ഒരാളെ കണ്ടപ്പോൾ എന്തൊരു സൗന്ദര്യം എന്ന് പറഞ്ഞു, എന്തൊരു അഴക്. ആരെ അറിയോ? വായിൽ പല്ലില്ലാത്ത ശബരി. ശരീരം മുഴുവൻ നിന്ന് വിറയ്ക്കണു, തലയൊക്കെ വെള്ളിക്കമ്പി പോലെ ആയിരിക്കണു. എന്നിട്ട് ഭഗവാൻ ലക്ഷ്മണനോട് പറയുന്നു എന്തൊരു സൗന്ദര്യം. അത് എന്തിൻ്റെ സൗന്ദര്യമോ? ആ മുഖത്തിൻ്റെ സൗന്ദര്യമല്ല, ആത്മാവിൻ്റെ സൗന്ദര്യം, തപസ്സുകൊണ്ടുള്ള സൗന്ദര്യം. അപ്പോൾ വാർദ്ധക്യത്തിനും ഒരു സൗന്ദര്യമുണ്ട്. ഓരോ അവസ്ഥയ്ക്കും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. അത് സ്വീകരിക്കുമ്പോൾ അത് നമ്മളെ ബാധിക്കണേ ഇല്ല. അപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, മരണത്തിനെ അതുപോലെ എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റണില്ല? തഥാ ദേഹാന്തരപ്രാപ്തി. ദേഹ അന്തരപ്രാപ്തി, ദേഹത്തിനെ മാറ്റിവെച്ചിട്ടുള്ള അവസ്ഥയുണ്ടല്ലോ, അത് ഗംഭീരമായ ഒരു സുഖമാണെന്ന് സ്വീകരിച്ചോളാം. പലരും പറഞ്ഞിട്ടുണ്ട്. ഈയിടെ പോലും നല്ലവണ്ണം വേദാന്തം പഠിച്ച ഒരാള്, അവർക്ക് വളരെ സീരിയസ് ആയിട്ട് സുഖമില്ലാതായി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. വെന്റിലേഷനിലൊക്കെ കിടത്തിയപ്പോൾ മൂർച്ഛിച്ച് കിടക്കുന്ന അവസ്ഥ. അത് കഴിഞ്ഞ് അവർ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു ഞാൻ ആനന്ദമായിട്ടിരുന്നു എന്നാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ മരിച്ചു കഴിഞ്ഞു എന്ന് വിട്ടതാ, പക്ഷെ എങ്ങനെയോ ജീവിച്ചു. വന്നപ്പോൾ അവർ പറയണത് ദേഹത്തിന് ഈ ഓക്സിജൻ സിലിണ്ടറും ഒക്കെ കൊടുത്ത് അവിടെ ഇട്ടിരുന്നുവെങ്കിലും ഉള്ളുകൊണ്ട് ഞാൻ ആനന്ദമായിരുന്നു. പിന്നീട് എനിക്ക് തോന്നി അങ്ങനെ തന്നെ പോയിരിക്കാമായിരുന്നു. ശരീരത്തിൻ്റെ വിഷമങ്ങളൊന്നും അവർ അറിഞ്ഞിട്ടേ ഇല്ല. ദേഹത്തിൽ നിന്ന് പിടിവിടാൻ അധിക നേരമൊന്നും വേണ്ട. അതുകൊണ്ട് ദേഹത്തിനെ ആലോചിച്ച് നമ്മൾ പേടിക്കൊന്നും വേണ്ട, എളുപ്പത്തിൽ പിടിവിടും. നമ്മളായിട്ട് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കാതിരുന്നാൽ മതി.
ഈ ദേഹത്തിനെ വിട്ടുപോകുമ്പോഴും എനിക്ക് ഒരു കുറവും വരില്ല. ഈ ദേഹം ഞാനെന്ന് ധരിക്കുമ്പോൾ ചിലർക്കൊക്കെ വീട് ഉപേക്ഷിച്ച് പോകാൻ വിഷമം തോന്നില്ലേ, വീട്ടിൽ കുറേ കാലം ഇരുന്നാൽ? അതുപോലെ ഒരു അറ്റാച്ച്മെന്റ് അത്രയേ ഉള്ളൂ ഈ ദേഹത്തിനോട്. അതങ്ങട് അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ, ദേഹത്തിനോട് യാതൊരു ആസക്തിയും ഇല്ലെങ്കിൽ, അത് സ്വതന്ത്രമായി വിട്ടുപോവാം. സന്തോഷമായി ഉപേക്ഷിച്ച് യാതൊരു വിഷമം കൂടാതെ ഇറങ്ങിപ്പോയാൽ അനന്തമായിട്ടിരിക്കും, ഒന്നും ബാധിക്കില്ല. ഇതറിയുന്ന ധീരൻ മരണത്തിനെ ആലോചിച്ച് പേടിക്കുകയേ ഇല്ല എന്നാണ്. ധീരഹ തത്രന മുഹ്യതി ന മോഹം ഗച്ഛതി. അയാൾക്ക് മരണം ഭയമേ അല്ല, മരണഭയം അയാൾക്ക് ഒട്ടുമില്ല, യാതൊരു ഭയവും അയാൾക്ക് മരണത്തിനേ ഇല്ല എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകം. മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണസുഖദുഃഖദാഃ ആഗമാപായിനോ അനിത്യാഃ താൻ സ്ഥിതിക്ഷസ്വ ഭാരത. മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീത ഉഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിനഃ അനിത്യാഃ താൻ തിതിക്ഷസ്വ ഭാരത. ഹേ അർജുന, ജ്ഞാനത്തിൻ്റെ ബലത്തോടുകൂടെ സുഖദുഃഖങ്ങളെയൊക്കെ ജയിക്കണം. അതിനുള്ള വഴിയാണ് ഭഗവാൻ പറയണത് മാത്രാഹ സ്പർശാഹ. സ്പർശങ്ങൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയം കൊണ്ട് അറിയുന്നവ, മാത്രകൾ എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് അറിയുന്നവ. മീയന്തേ ഇതി മാത്രാഹ. മനസ്സെപ്പോഴും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയപ്പെടുന്ന അനുഭവങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും മനസ്സ്. സുഖമായിട്ടും ദുഃഖമായിട്ടും കമ്പാരിസൺ, ഇന്നലത്തെക്കാളും ഇന്ന്, ഇന്നത്തെക്കാളും നാളെ, ഇങ്ങനെയൊക്കെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് മനസ്സിൻ്റെ ജോലിയാണ്. മനസ്സ് അളന്നുകൊണ്ടേയിരിക്കും, ഇന്ദ്രിയങ്ങളിലൂടെയും അളന്നുകൊണ്ടേയിരിക്കുന്നു. മാത്രാഹ സ്പർശാഹ. മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീത ഉഷ്ണ സുഖ ദുഃഖദാഹ. സുഖം, ദുഃഖം, ശീതം, ഉഷ്ണം ഇതൊക്കെ തന്നെ വെറും സ്പർശം കൊണ്ടുണ്ടാവുന്നതാണ്. ഇതൊക്കെ ആഗമാപായിനഃ, വരും പോകും, ഇതറിഞ്ഞാൽ മതി. ഭഗവാൻ ഒരു സീക്രട്ട് പറഞ്ഞു തരിക. ഒരുപാട് തണുക്കുമ്പോൾ ഈ തണുപ്പ് എപ്പോഴും ഒന്നും ഉണ്ടാവില്ല. തണുപ്പ് വരുമ്പോൾ എന്ത് ചെയ്യാം? തണുക്കാതിരിക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. തിതിക്ഷസ്വ. ഭഗവാൻ പറഞ്ഞു വിലപിക്കാതെ സഹിച്ചോളുക. ഉള്ളിൽ വിലപിക്കാതെ ആരോടും കംപ്ലൈന്റ് പറയാതെ സഹിച്ചോളുക. അല്ലേ? ആളുകളെ എന്തിനേയും കംപ്ലൈന്റ് പറയും. മഴയെ പെയ്തില്ലെങ്കിൽ പെയ്തില്ല 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 എന്ന് പറഞ്ഞ് ഉള്ള പൂജയൊക്കെ ചെയ്യും. 2 ദിവസം മഴ പെയ്യാ, അയ്യോ എന്തൊരു മഴ. അപ്പോ പ്രകൃതിയില് നമുക്ക് കയ്യില്ല. ശീതം ഉഷ്ണം ഓരോ കാലത്ത് സീസൺ അനുസരിച്ച് വരും. അപ്പോ എന്താ, രമണ മഹർഷിയെക്കുറിച്ച് പലതും പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുള്ള കുഞ്ചുസ്വാമികൾ പറയും, ഏകദേശം മഹർഷിയുടെ കൂടെ 1918 മുതൽ ഏകദേശം 30-36 വർഷത്തോളം മഹർഷിയുടെ കൂടെ ഉണ്ടായിരുന്നുണ്ട് അദ്ദേഹം പറയും, അത്രയും വർഷത്തിനിടയിൽ ഒരിക്കലെങ്കിലും തിരുവണ്ണാമലയിലോ എക്സ്ട്രീം ചൂടാ, ഭയങ്കര ചൂടാ, വേർത്തൊലിക്കും, ചെരുപ്പ് അദ്ദേഹത്തിന് കാലിലില്ല. ആ ചൂട്ടിൽ നടക്കുമ്പോൾ എപ്പോഴെങ്കിലും ഭയങ്കര ചൂട് എന്നൊരു എക്സ്പ്രഷൻ. ചൂടില്ല എന്നല്ല, ചൂട് അദ്ദേഹത്തിനുണ്ട്, വേർക്കും, തണുക്കുമ്പോൾ ചിലപ്പോൾ പുതയ്ക്കുകയൊക്കെ ചെയ്യും, പുതച്ചിരിക്കും ചിലപ്പോൾ. എന്നാലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു എക്സ്ക്ലമേഷൻ, ഒരു എക്സ്പ്രഷൻ, ഒരു പ്രതിപാദനം ഉണ്ടായിട്ടില്ല എന്ന്. കാരണം എന്താ? ചൂടിനോടുകൂടെ താനും ചൂടായാൽ ആര് പറയും? ചൂടേ താനാണ്. തണുപ്പിനോടുകൂടെ താൻ അങ്ങോട്ട് ഐക്യപ്പെട്ടു പോയാൽ ആര് എക്സ്പ്രസ് ചെയ്യും? തൻ്റെ വ്യക്തിത്വം പ്രത്യേകിച്ച് നിൽക്കുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. ശീതം ഉഷ്ണം, അതേപോലെ സുഖം ദുഃഖം. ശീതവും ഉഷ്ണവും ഒക്കെ കാലത്തിനനുസരിച്ച് വരുന്നു. സുഖദുഃഖത്തിനും അതുപോലെ സീസൺ ഉണ്ട്. എന്താ സീസൺ എന്ന് വെച്ചാൽ പ്രാരബ്ധത്തിൻ്റെ സീസൺ. പ്രാരബ്ധത്തിൻ്റെ ഫ്രൂവിഷൻ അനുസരിച്ച് ഇതൊക്കെ വരും. ഒരാള്, നമ്മൾ പലരെയും കണ്ടിട്ട് ആളുകൾ പറയുകയെ, അവർ നോക്കുക എത്ര സുഖമായിട്ടിരിക്കണു, എത്ര കാലമായിട്ട് സുഖമായിട്ടിരിക്കണു എന്ന് പറയും. അതൊക്കെ ഇറ്റ്സ് ഓൺലി എ ക്വസ്റ്റ്യൻ ഓഫ് ടൈം.
കുറേ കാലം സുഖമായിട്ടിരുന്നാൽ അത് കഴിഞ്ഞാൽ മറ്റേവൻ വരും. അപ്പൊ സുഖമായിട്ടിരിക്കുമ്പോഴേ ഭഗവാൻ പറയണു അറിഞ്ഞോളാ ഇത് പോകും, അപ്പൊ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ അറ്റാച്ച്ഡ് ആവാതിരിക്കാൻ, ആസക്തനാവാതിരിക്കാനുള്ള വഴി എന്താന്ന് വെച്ചാൽ സുഖമായിട്ടിരിക്കുമ്പോൾ വലുതായിട്ടൊന്നും അതിൽ ഒട്ടാതെ നിന്നാൽ ആ സുഖം നമ്മളെ വിട്ടുപോകുമ്പോ കരയില്ല. സുഖിക്കുമ്പോ അത് സുഖിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ജീവിതത്തിനൊരർത്ഥം എന്ന് വെച്ചാൽ ഒട്ടാതെ ഒന്ന് നിന്ന് നോക്കൂ. അപ്പൊ അർത്ഥമുണ്ടോ എന്നൊന്ന് നോക്കുക, പരീക്ഷിക്കാതെ ഒന്നും പറയരുത്. നമ്മളുടെ മനസ്സ് ഇപ്പൊ സുഖം അല്ലെങ്കിൽ ദുഃഖം ഇങ്ങനെ രണ്ടു പോളിലേക്ക് യാത്ര ചെയ്ത് പഠിച്ചിരിക്കണം. അത് രണ്ടും ഇല്ലാതാവുമ്പോൾ മനസ്സ് എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിന് അർത്ഥം വേണമെങ്കിൽ ഒന്ന് സുഖിക്കണം എന്ന് പറയും. ചിലർ പറയും ദുഃഖമേ അല്ലെങ്കിൽ ജീവിതത്തിന് എന്താ അർത്ഥം എന്നും ചോദിക്കും. കാരണം അവർക്ക് വേറെ വഴിയൊന്നും കണ്ടില്ല. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ അത് കൂടാതെ കഴിയില്ല എന്ന് പറയാം അല്ലേ? ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം, പ്രബലമായ വികാരങ്ങളൊന്നും ഉള്ളിൽ ഉണ്ടാവില്ല. അതായിരിക്കും അവസ്ഥ. അപ്പൊ എന്തായിരിക്കും എൻ്റെ അന്തരംഗം? പ്രബലമായ വികാരങ്ങളൊന്നും ഉണ്ടാവണില്ലെങ്കിൽ, പ്രത്യേകിച്ച് സുഖമോ പ്രത്യേകിച്ച് ദുഃഖമോ ഹർഷമോ ശോകമോ ഒന്നും ഉണ്ടാവണില്ലെങ്കിൽ, അതൊക്കെ വരുമ്പോ ഞാൻ നല്ലവണ്ണം അറിയണു പോക്കും വരവും ഉള്ളതാണ്, അതുകൊണ്ട് സ്പർശിക്കാതെ നിൽക്കണം. അപ്പൊ എന്തായിരിക്കും എൻ്റെ അന്തരംഗം? അതായത് വന്നു പോകുന്ന വസ്തുക്കളെ ഒക്കെ സ്വീകരിക്കാൻ ഞാൻ വിസമ്മതിക്കണമെന്നർത്ഥം. ഉള്ളുകൊണ്ട്, പുറമേക്കല്ല. പുറമേക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. തണുപ്പ് വരുമ്പോ എന്ത് ചെയ്യാൻ പറ്റും? ചൂട് വരുമ്പോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പുറമേക്ക് വന്നു പോകുന്നു, പക്ഷെ അകമേക്ക് ഞാൻ ഒന്നും എടുക്കണില്ല എന്ന് വെച്ചാൽ എൻ്റെ അന്തരംഗം എന്താകും? മനസ്സ് ഈ ചലനമൊക്കെ നിർത്തി, അങ്ങടേക്കും ഇങ്ങടേക്കും പോണത് നിർത്തി, പോക്കും വരവും നിർത്തി കഴിയുമ്പോ മനസ്സിന്റെ പുറകിൽ നിന്നും ഒരു അനുഭൂതി പതുക്കെ 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 ഊറി വരും നമ്മളുടെ അനുഭവ മണ്ഡലത്തിലേക്ക്. അത് മാനസികമായ അനുഭവമല്ല. പലരും വിചാരിക്കുന്നത് സുഖവും ദുഃഖവും ഇല്ലെങ്കിൽ ഒരു ഡെഡായിട്ടുള്ള ഒരു സ്ഥിതിയിൽ ഇരിക്കും എന്ന് വിചാരിക്കുകയാണ്. ബ്ലാങ്ക് ആയിട്ട് ശൂന്യമായ ഒരവസ്ഥ, അർത്ഥമില്ല. അതുകൊണ്ടാണ് ഈ സുഖദുഃഖം ഇല്ലാത്ത അവസ്ഥയെ ആളുകൾ പേടിക്കുന്നത്. ചിലർ പറയണത് ജീവിതത്തിന് ഒരു ചാലഞ്ച് വേണ്ട എന്നാണ്. ഒന്നുമില്ല അങ്ങനെ ഇരുന്നിട്ട് എന്താ അർത്ഥം? ചാലഞ്ച് ഇല്ലാതെ ഇരിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റില്ല? എന്തുകൊണ്ട് ചാലഞ്ച് വേണമെന്ന് വെച്ചാൽ വികാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്തിന് ചാലഞ്ച് വേണം? ചാലഞ്ച് ഇല്ലെങ്കിലോ ഉണ്ടാക്കുവോ? പോയി ഉണ്ടാക്കിയിട്ട് ചാലഞ്ചിൽ പോയി ചാടി എന്തിനാ വിഷമം? ഇതൊന്നും ഇല്ല എന്ന് വെച്ചോളാം. ഈശ്വരനായിട്ട് നമുക്ക് ഒരു ചാലഞ്ചും തന്നില്ല. സുഖദുഃഖങ്ങളെ ഉള്ളിലേക്ക് എടുക്കാൻ ഞാൻ വിസമ്മതിക്കണം. എനിക്ക് ജോലി എടുക്കണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ജോലി എടുക്കും. ജോലി എനിക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ, എനിക്ക് വെറുതെ എനിക്ക് ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും പോയി ചെയ്യില്ല. ഞാൻ വിസമ്മതിക്കണം അങ്ങനെ ചെയ്യാനായിട്ട്. എനിക്ക് ജോലി എടുക്കണം, അടുക്കള പണി ഉണ്ടെങ്കിൽ അടുക്കള പണി എടുക്കും. എനിക്ക് എഴുതാനുണ്ടെങ്കിൽ ഞാൻ എഴുതും, പ്രസംഗിക്കാനുണ്ടെങ്കിൽ പ്രസംഗിക്കും. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഞാൻ വെറുതെ ഒരിടത്ത് ഇരിക്കും. അപ്പൊ സാധാരണ ആളുകൾ അങ്ങനെ ഇരിക്കാൻ തയ്യാറാവണില്ല. എന്തുകൊണ്ടാ? മനസ്സിനെ പേടി, അതെന്തെങ്കിലുമൊക്കെ ചിന്തിക്കുക, അതുകൊണ്ട് പ്രവർത്തിക്കുകയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുകയാണ്. പലരും ഉപദേശിക്കണമെന്നാണ്, വെറുതെ ഇരിക്കരുത് കേട്ടോ, ഐഡിൽ മൈൻഡ് ഇസ് ഈവിൽസ് വർക്ക്ഷോപ്പ്, ഡെവിൽസ് വർക്ക്ഷോപ്പ് എന്ന് പറയും. നല്ല ഉപദേശമാണ് ഒരു സ്റ്റേജ് വരെ. ഒരു സ്റ്റേജിന് ശേഷം ഞാൻ പറയണു വെറുതെ ഇരുന്നു നോക്കും. മനസ്സ് ഭയങ്കരമായി ചിത്തവൃത്തികളൊക്കെ കൊണ്ടുവരും, അതിനെ ഒന്ന് ഫേസ് ചെയ്ത് നോക്കുക. മനസ്സങ്ങനെ കൊണ്ടുവരട്ടെ, അതിന് നിന്ന് നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത് പരിഹരിക്കണ്ടേ? ഇയാൾ അസുരനെ വെച്ചുകൊണ്ട് എത്ര കാലം ടോണിക്ക് കൊടുത്തോണ്ടിരിക്കും? രാക്ഷസനെ ഉള്ളിൽ വെച്ച് ടോണിക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്, അയാൾ ബലപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ ഈ സുഖദുഃഖങ്ങളും ഈ ദ്വന്ദ്വം, ഇതിനാണ് പറയുന്നത് ഡുവലിസ്റ്റിക് പ്രോസസ്. രാഗദ്വേഷം, സുഖദുഃഖം എന്ന് വെച്ചാൽ രാഗദ്വേഷം. രാഗദ്വേഷം വിട്ടുകളഞ്ഞാൽ, മനസ്സിന്റെ ഈ ചലനം അങ്ങോട്ട് നിലച്ചു കളഞ്ഞാൽ, മനസ്സിന്റെ ചലനത്തിനെയാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തർമുഖമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയണത് എന്താ? മനസ്സ് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണുക. അതിനെയാണ് ഇപ്പം അന്തർമുഖം എന്ന് പറയുന്നത്.
പുറമേക്ക് ആളുകളെയൊക്കെ കാണുന്ന പോലെ അകമേക്ക് മനസ്സിലുണ്ടാവുന്ന ചിത്രങ്ങള് വികാരങ്ങള് ഒക്കെ കാണും. അതൊന്നും സംഭവിക്കണില്ലെങ്കിൽ മനസ്സെന്ന് പറയുന്ന ആ വികാരമണ്ഡലം ഒഴിഞ്ഞു പോയാൽ തത് സ്ഥാനത്തില്, ആ സ്ഥാനത്തില് ഒരു നിശ്ചലത, ഒരു അഗാധമായ ശാന്തി വിരിഞ്ഞു പൊങ്ങും. ശാന്തി സമൃദ്ധം അമൃതം ഇതി പ്രാചീന യോഗ്യോപാസ്വ. ഉപനിഷത്ത് തന്നെ പറയുന്നത് സമൃദ്ധമായി നിറഞ്ഞു പൊങ്ങുന്ന ശാന്തി, ഹേ പ്രാചീന യോഗ്യ, അതിനെ ഉപാസിക്കൂ എന്നാണ്. മനസ്സ് വഴിവിട്ട് തരുന്ന സ്ഥാനത്ത് പൊന്തി വരുന്ന ശാന്തി, ആ ശാന്തിയെയാണ് ബ്രഹ്മം എന്ന് പറയണത്. ശാന്തോയം ആത്മാ, ആ ശാന്തി തന്നെയാണ് ആത്മ. അപ്പൊ ആ ആത്മാവിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ശീതം ഉഷ്ണം സുഖം ദുഃഖം, ഈ സ്പർശ വസ്തുക്കളെ, മനസ്സുകൊണ്ട് അളക്കുന്ന വസ്തുക്കളെ ഗണിക്കാതെ സഹിച്ചോളുക എന്നാണ് ഭഗവാൻ പറയണത്. ഗണിക്കാതെ സഹിച്ചോളുക. ഇതിങ്ങനെ ഉണ്ടാവുള്ളൂ. ഗണിക്കാതെ സഹിച്ചോളുക. ഗണിക്കാതെ സഹിക്കാന്ന് വെച്ചാൽ എന്താ? എല്ലാവർക്കും ഇതൊക്കെ വരും. സുഖം ദുഃഖം എല്ലാവർക്കും വരും. ശാരീരികമായ വേദന എല്ലാവർക്കും വരും. ഭഗവാൻ രമണ മഹർഷിക്ക് ക്യാൻസർ വന്നപ്പോ വേദനയെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ആളുകൾ എഴുതി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ അടുത്തറിയാത്തത് കൊണ്ട്. അദ്ദേഹത്തിനും നല്ല വേദന ഉണ്ടായിരുന്നു. ജീവൻ മുക്തനാണെങ്കിലും ജ്ഞാനിയാണെങ്കിലും അദ്ദേഹം അത്ഭുതമായ എന്തോ ഒരു സൃഷ്ടിയൊന്നുമല്ല. എല്ലാ ശരീരം പോലെ തന്നെ അദ്ദേഹത്തിനും വേദനിച്ചിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു, ഭഗവാനെ വേദനിക്കണില്ലേ? വേദന ഉണ്ട്, എനിക്കല്ല. ശരീരത്തിലുണ്ട് വേദന. പെയിൻ ഈസ് ദേർ ബട്ട് നോട്ട് ദ സഫറിങ്. വേദനയുണ്ട്, പക്ഷെ വേദനയെ കുറിച്ച് ആലോചിച്ച് ഞാൻ വേദനിക്കണില്ല. അതിനു മേലെ ആ വേദനയും ഞാനാണ്. അതാണ് അവരുടെ അവസ്ഥ. ഓരോ അനുഭവത്തിലും ആത്മവസ്തു യോജിക്കുമ്പോ ആ അനുഭൂതി തന്നെ സമാധിയായിട്ട് തീരും. ജ്ഞാനികളുടെ അനുഭവത്തിന്റെ രഹസ്യം അതാണ്. ഈ ഇൻസിഡന്റ് ഞാൻ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ പ്രഭാഷണം ചെയ്യുമ്പോൾ പറഞ്ഞപ്പോ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു, രാമദാസ് സ്വാമി പല വേദനകളും ശാരീരികമായ വേദന അനുഭവിക്കുമ്പോഴൊക്കെ രാമദാസ് സ്വാമി പറയൂ അത്രയും, രാംദാസ് ഈസ് ഹാവിങ് എക്സ്റ്റസി ത്രൂ പെയിൻ. ബ്രഹ്മനിഷ്ഠന്മാർക്ക് സുഖവും ദുഃഖവും ഒക്കെ സമാധി അനുഭവമായിട്ട് മാറും. കാരണം എന്താ? എല്ലാ വികാരങ്ങളുടെ ചലനവും ബോധമണ്ഡലത്തിൽ ഉണ്ടാവുന്ന അലയാണ്. അപ്പൊ അത് വേറെയല്ല. അപ്പൊ ശീതം ഉഷ്ണം സുഖം ദുഃഖം ഒക്കെ ബ്രഹ്മാനുഭവമാണ് ജ്ഞാനികൾക്ക്. അനുഭവം എന്നുള്ളത് തന്നെ ബ്രഹ്മത്തിൽ മാത്രം നിൽക്കുന്നതാണ്. അനുഭവം ജഡത്തിൽ ഉണ്ടാവില്ല എന്നുള്ള തത്വം അറിഞ്ഞാൽ തന്നെ ഏതനുഭവവും ബ്രഹ്മാനുഭവമാണ്. ഏതനുഭവവും ബ്രഹ്മാനുഭവമാണെന്ന് ഓർത്തുകൊണ്ട് അനുഭവിച്ചാൽ അനുഭവങ്ങളിലുള്ള രാഗദ്വേഷങ്ങളൊക്കെ വിട്ടുപോകും. നല്ലവണ്ണം നോക്കണം. ഈ വാക്കുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യണു, അറിയണവർ അറിഞ്ഞോളുക. അനുഭവം എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ്. അനുഭവം ജഡത്തിനില്ല. അനുഭവം ബോധത്തിന്റെ മാത്രം സ്വരൂപമാണ്. അനുഭവിക്കുക എന്നുള്ളത് ജഡത്തിന് സാധ്യമേ അല്ല. ഞാൻ ഉണ്ട് എന്ന് ഞാൻ അനുഭവിക്കണു. ഈ മൈക്കിന് മൈക്കുണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മളൊക്കെ ഉണ്ടെന്നും അറിയില്ല. മൈക്കിനെ അടിച്ചാലും കുത്തിയാലും മൈക്കിനെ പുകഴ്ത്തിയാലും മൈക്കിന് ഒരു വികാരവും ഉണ്ടാവില്ല. കാരണം മൈക്കിന് അനുഭവമില്ല. അനുഭവം ഉള്ളത് ചൈതന്യ വസ്തുവിന് മാത്രം. എനിക്ക് അനുഭവമുണ്ട്, ഞാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്, അവരവരുണ്ട് എന്നുള്ള അനുഭവമുണ്ട്. ആ അനുഭവം ബ്രഹ്മത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ബ്രഹ്മം കിട്ടേണ്ട വസ്തുവല്ല, കിട്ടിയിട്ടുള്ള വസ്തുവാണ്. അനുഭവത്തിൽ എന്തൊക്കെ തന്നെ പൊന്തിയാലും, തണുപ്പാവട്ടെ ചൂടാവട്ടെ സുഖമാവട്ടെ ദുഃഖമാവട്ടെ, അതൊക്കെ തന്നെ നമ്മളുടെ അനുഭവസ്വരൂപിയായ ഭഗവാൻ തന്നെ എടുക്കുന്ന അവതാരങ്ങളാണ്. ഭഗവാൻ മനോഹരമായ കൃഷ്ണാവതാരവും എടുത്തു, ഭയങ്കരമായ നരസിംഹാവതാരവും എടുത്തു, ഒരു ബീഭത്സമായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയാ തുച്ഛമായിട്ട് തോന്നുന്ന വരാഹത്തിന്റെ പന്നിയുടെ രൂപവും എടുത്തു, ജലത്തിൽ സഞ്ചരിക്കുന്ന മീനായിട്ടും എടുത്തു. പക്ഷെ ഇതൊക്കെ ഭഗവാനാണെന്ന് കാണുമ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ആനന്ദത്തോടെ സ്വീകരിക്കണ പോലെ സകല വികാരങ്ങളും സകല അനുഭവങ്ങളും തണുപ്പും ചൂടും സുഖവും ദുഃഖവും ഒക്കെ ബ്രഹ്മാനുഭവമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അനുഭവിക്കണതെങ്കിൽ ആ അനുഭവ ചലനങ്ങളൊക്കെ തന്നെ സമാധിയായിട്ട് മാറും.
ഇതാണ് യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ എന്ന ശ്ലോകത്തിന്റെ ഉൾപ്പൊരുൾ. ഇത് ഈ അദ്വൈത തത്വം അറിഞ്ഞാൽ മാത്രമേ ഈ ശ്ലോകം വ്യാഖ്യാനിക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ വ്യാഖ്യാനിക്കും? അല്ലെങ്കിൽ എന്തു പറയും? എല്ലാം നാരായണനാണ്, കേൾക്കണതൊക്കെ നാരായണനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയും? അപ്പൊ ഈ ഒരു മർമ്മം അറിഞ്ഞാൽ സകലതും ബ്രഹ്മമയം. ഇത് ഓർത്തുകൊണ്ട് സദാ മറക്കാതെ പിടിച്ചാൽ ക്രമേണ സകല അനുഭവത്തിലും ഒരേ രസാനുഭവം പരക്കും. ഒരേ രസാനുഭവം പരന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഒന്നിനും വേണ്ടി ഓടി നടക്കില്ല. കാരണം ഓടി നടന്നിട്ട് ഒന്നും കിട്ടാനില്ല. എവിടെ പോയാലും ഈ രസം തന്നെ അനുഭവിക്കാനുള്ളൂ. ഹൃദയത്തിൽ ഏതൊന്ന് കണ്ടെത്തിയോ അതേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് രാഗം ദ്വേഷം ഒക്കെ അസ്തമിച്ചു പോകും. ശീതളത ഉള്ളിൽ പരക്കും, ഉള്ളില് ശാന്തി പരക്കും, നിറഞ്ഞു തുളുമ്പും ആനന്ദം. അതാണ് ഭഗവാൻ ഇവിടെ അതിനൊരു ആരംഭ പടിയായിട്ട് പറഞ്ഞു. തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം ഇതിനെയൊക്കെ അവഗണിക്കാം. അതൊക്കെ വരും പോകും. ആഗമാപായിനഹ വന്നും പോകുന്ന വസ്തുക്കളാണെന്ന് കണ്ട് തിതിക്ഷസ്വ ഭാരത അതിനെയൊക്കെ സഹിച്ചോളാം. അങ്ങനെ ആരെയാണോ സുഖം, ദുഃഖം, തണുപ്പ്, ചൂട് ഇവയൊന്നും ബാധിക്കാത്തത് അവൻ അമൃതത്വത്തിന്, അതായത് ബ്രഹ്മാനുഭവത്തിന് പക്വമായവനാണെന്ന് അറിഞ്ഞോളൂ എന്നാണ് അടുത്ത ശ്ലോകം. യം ഹിനവ്യതയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. യം ഹി ന വ്യഥയന്തി ഏതേ പുരുഷം പുരുഷഋഷഭ സമദുഃഖസുഖം ധീരം സഹ അമൃതത്വായ കൽപ്പതേ. യം ഹി ധീരം, ഏതൊരു ധീരപുരുഷനെയാണോ ഏതേന വ്യതയന്തി, ഈ ദ്വന്ദ്വങ്ങൾ വിഷമിപ്പിക്കാത്തത്. വിഷമിപ്പിക്കുന്നത് എവിടെയാ? സങ്കല്പലോകത്തിൽ കടക്കുമ്പോഴാണ് വിഷമിപ്പിക്കുന്നത്. ഏത് ദ്വന്ദ്വങ്ങൾ? സുഖം, ദുഃഖം, തണുപ്പ്, ചൂട് എന്നുള്ള ദ്വന്ദ്വങ്ങൾ. ഇത് ഉള്ളിൽ കടക്കുമ്പോൾ, രാഗദ്വേഷ രൂപമായിട്ട് ഉള്ളിൽ കടക്കുമ്പോൾ ചലിക്കും. നോക്കിക്കൊള്ളാം, നമ്മൾ നല്ല ശാന്തിയോടെ സത്സംഗത്തു നിന്ന് പോകുമ്പോൾ കുറെ കഴിയുമ്പോൾ ചിലപ്പം എന്തായാലും നമ്മളുടെ ശാന്തി ചലിക്കും. ചലിച്ചു കഴിയുമ്പോൾ ഒരു മുറിയിൽ വാതിലടച്ച് എന്തുകൊണ്ട് ചലിച്ചു എന്ന് ആലോചിച്ച് നോക്കുക. പുറത്ത് നടന്ന ഏതോ ഒരു സംഭവത്തിൽ നമ്മൾ വെറുപ്പോടുകൂടിയോ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റോടുകൂടിയോ റിയാക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇവിടുന്ന് കിട്ടുന്ന ശാന്തി ചലിച്ചു പോണത്. അപ്പൊ ദ്വന്ദ്വങ്ങളാണ് ചലനത്തിന് മൂലകാരണം എന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. ആ ചലനം ഇല്ലാതെ കഴിച്ചു കൂട്ടുകയാണെങ്കിൽ, അതായത് അതെങ്ങനെ കഴിച്ചു കൂട്ടാൻ പറ്റും? സദാ ഏകദർശനം, ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, രണ്ടാമത് ഒരു പൊരുളില്ല എന്നുള്ള നല്ല ഉറപ്പോടുകൂടെ, ഏകമേവ അദ്വിതീയം നേഹനാനാസ്തി കിഞ്ചന, ജഗത്ത് മുഴുവൻ ഈശ്വര സ്വരൂപം എന്ന ഉറപ്പോടുകൂടെ സകല അനുഭവങ്ങളെയും ഭഗവത് അനുഭവമായി കരുതിക്കൊണ്ട് ഉപാസന ചെയ്യണം. ആദ്യമൊക്കെ ഉപാസിക്കണം, അല്ലാതെ സാധ്യമല്ല. സർവം ഖലു ഇദം ബ്രഹ്മ തജ്ജലാനിതി ശാന്ത ഉപാസ്വ എന്നാണ് വേദം പറയുന്നത്. ശാന്ത ഉപാസീത. ജഗത്ത് മുഴുവൻ ബ്രഹ്മമയം, ബ്രഹ്മത്തിൽ നിന്ന് ജനിക്കുന്നു, ബ്രഹ്മത്തിൽ നിൽക്കുന്നു, ബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്ന് ഉപാസിക്കുന്നു. അപ്പൊ എന്താവും? ക്രമേണ അനേകത്വ ദർശനം പോയി എല്ലാത്തിലും ഒരേ അനുഭവം ഏർപ്പെട്ട് തുടങ്ങുമ്പോൾ ഈ ചലനം നിൽക്കും. മേപ്പട്ടയും ചുവട്ടിലേക്കും പോണത് നിന്നാൽ ന വ്യഥയന്തി, ഈ സുഖദുഃഖങ്ങളൊന്നും ചലിപ്പിക്കില്ല. സമദുഃഖസുഖം ധീരം, അവനെ ധീരൻ എന്ന് പറയാം. കാരണം എന്താ? സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒക്കെ അവൻ സമത്വത്തിൽ നിൽക്കണം. ഈ സമത്വമാണ് യോഗം. ഈ സമത്വത്തിന് വേണ്ടിയാണ് ബുദ്ധൻ പരിശ്രമിച്ചത്. സമത്വത്തിനെയാണ് ആചാര്യസ്വാമികൾ ജീവൻ മുക്തി എന്ന് പറയണത്. സമത്വത്തിനെയാണ് ഈശ്വര ദർശനം എന്ന് പറയണത്. സമത്വമാണ് മുക്തി. എന്നുവെച്ചാൽ എപ്പോഴും സമദർശിത്വം, ഉള്ളിൽ ശാന്തി, നിറഞ്ഞു നിൽക്കുന്ന ശാന്തി, പൂർണ്ണത, ഹോൾനെസ്, കേവലഭാവം. അപ്പോ ആ സമത്വം ആരെത്തി നിൽക്കുന്നു? ദുഃഖമുണ്ടായാലും സുഖമുണ്ടായാലും ഈ സമത്വം ചലിക്കണില്ല. അങ്ങനെ സമത്വത്തിൽ നിൽക്കുന്ന ധീരൻ അമൃതത്വത്തിനായി
തയ്യാറായി കഴിഞ്ഞു എന്നാണ്. എന്നുവെച്ചാൽ ആ സമത്വം കൊണ്ട് അയാളുടെ ഉള്ളിൽ ആനന്ദരൂപം അമൃതം യത് വിഭാതി, അമൃതസ്വരൂപം ആനന്ദമായി തെളിഞ്ഞു വരും. ഒരു പുഷ്പം വിരിയുന്ന ലാഘവത്തോടുകൂടെ അയാളുടെ ഉള്ളിൽ ബോധഘനമായി സത്യം വിരിഞ്ഞു പ്രകാശിക്കും. അത് ഭഗവാൻ ഇവിടെ പറയുന്നു സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമാണ്. ഇനി അടുത്ത ശ്ലോകം ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രധാനമായ ശ്ലോകം. മറ്റു പല പ്രധാന ശ്ലോകങ്ങളുമുണ്ട്, അതൊക്കെ കമ്പാരിറ്റീവ്ലി പ്രധാന ശ്ലോകങ്ങളാണ്. പക്ഷേ ഗീതയിൽ ഏറ്റവും പ്രധാനമായ ശ്ലോകം, സത്യത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന ശ്ലോകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇനി അടുത്ത് പറയാൻ പോണ ശ്ലോകമാണ് നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ. ആചാര്യസ്വാമികൾ ഭാഷ്യമും ഇതിനാണ് വിസ്തരിച്ച് ഭാഷ്യം എഴുതിയിരിക്കുന്നത് ഈ ശ്ലോകം. അത് നമ്മൾ നാളെ കാണാം. ഫാലാവനം കിരീടം ഫാലനേത്രാർച്ചിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരാതികൂടം ശുദ്ധവക്രേന്ദുചൂടം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവാ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവാ.